പ്രാർത്ഥിക്കാം. കരുണയുടെ ദൈവമേ, ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ പാതപെടുത്തൽ കടന്നു വരുവാൻ കർത്താവെ, അവിടുത്തെ മക്കളാൽ ഞങ്ങൾക്ക് ജീവിതത്തിൽ ഇങ്ങനെ ഒരവസ്ഥ കൂടെ തന്നല്ലോ കർത്താവെ. ഈ വർഷത്തിൻ്റെ കർത്താവെ സഹോദരിമാരായിട്ട് ആദ്യത്തെ മീറ്റിംഗ് ഞങ്ങൾ വിവിധ ചർച്ചകളിൽ നിന്ന് ഇവിടെ കടന്നു വന്നിരിക്കുമ്പോൾ കർത്താവിൻ്റെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ നടുവിലുണ്ടല്ലോ. അതിനായി സ്തോത്രം കർത്താവെ. ഞങ്ങളുടെ നിൻ്റെ ദയക്കായി നിൻ്റെ വിശ്വസ്തയ്ക്കായി സ്തോത്രം. ഞങ്ങൾക്ക് ആയുസ് തന്ന ആരോഗ്യം തന്ന കർത്താവെ ദൈവമേ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഒരവസരം കൂടെ തന്നല്ലോ. അതിനായി സ്തോത്രം. ഞങ്ങൾ കൂടി വന്ന മുഖാന്തരം കർത്താവിന് നാമം ഉയരുവാൻ കൊണ്ട് കർത്താവിടയാക്കണമേ. എല്ലാറ്റിലുപരിയായി കർത്താവെ ഞങ്ങൾക്ക് ദൈവസ്നേഹം വർദ്ധിക്കുവാനിടയാക്കണേ. പരസ്പരമുള്ള സ്നേഹവും കരുതലും വർദ്ധിക്കുവാൻ കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കണമേ. സഭകളായി ഞങ്ങളെ എല്ലാവരെയും ദൈവം പരിപാലിക്കുന്ന വിധങ്ങൾക്കായി സ്തോത്രം. എല്ലാ ദേവദാസന്മാരെയും കുടുംബങ്ങളെയും ദൈവം സഹായിക്കണമേ. എല്ലാ വിശ്വാസ സമൂഹത്തെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കടന്നു വരാൻ കഴിയാതെ കർത്താവെ രോഗികളായിട്ടൊക്കെ ഭവനങ്ങളിലും ഹോസ്പിറ്റലിലും ഒക്കെ ആയിരിക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ. അവരോടൊക്കെ ദൈവം കരുണ കാണിക്കണേ. ഞങ്ങൾ ഇവിടുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ അവരുടെ ജീവിതത്തിൽ അതൊരു വിടുതലായി തിരുവാതക്കണം ദൈവം സഹായിക്കണമേ. വിശേഷാൽ കർത്താവെ അവിടുത്തെ ദാസിമാരെ കർത്താവ് കൊണ്ടുവന്നല്ലോ. കർത്താവെ അവിടുത്തെ വചനത്തിൽ കൂടെ ഞങ്ങളോട് സംസാരിക്കണമേ. കർത്താവിൻ്റെ വചനം കേട്ട് കർത്താവ് ഉറപ്പ് ധൈര്യമുള്ളവരായി കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ശക്തമായി നിൽപ്പാന്തപ്പെടുന്നു ദൈവം ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ ചെയ്തെടുക്കാനുള്ള ദൈവം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും കഴിയുന്നതോറും ദൈവത്തോട് അടുത്ത് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണേ. ലോക സംഭവങ്ങളെല്ലാം അവിടുത്തെ വരവിനെ വിളിച്ചറിയിക്കുമ്പോൾ കർത്താവെ ഞങ്ങൾ ഒരുങ്ങുവാൻ അനേകരെ ഒരുക്കുവാൻ ഉള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരണമേ. നഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇടിവിൽ നിൽപ്പാൻ ഞങ്ങളെല്ലാവരും കർത്താവെ ദൈവനാം മഹത്വത്തിന് വേണ്ടി കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ചുമൽ കൊടുക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടികൾ ഓരോരുത്തരെയും സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. കടന്നുവന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവം അനുഗ്രഹിക്കണം. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യത്തിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തെ യാചിക്കുന്നു കേൾക്കണം സ്വർഗീയ പിതാവേ. നമ്മൾ അല്പസമയം ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി കടന്നുപോയാണ്. ഒരുമിച്ച് നമ്മൾ കർത്താവിനെ സ്തുതിക്കാനുള്ള സമയമാണ്. ആമേൻ, സ്തോത്രം. സിസ്റ്റർ ബേബി മോൻസി അതുപോലെ ആ ടീം വിൽ കം ഫോർവേഡ് ആൻഡ് വി ആർ ഗോയിങ് ടു വർഷിപ്പ് ടുഗദർ. നമ്മുടെ ഹൃദയങ്ങളെ തുറന്ന് കർത്താവിനെ സന്തോഷത്തോടെ ആരാധിപ്പാൻ ഇന്ന് പകൽക്കാലം വരെയായിട്ട് യാതൊരു റെസ്ട്രിക്ഷനും നമുക്ക് വേണ്ട. കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ ദൈവത്തോട് പറയാം. ലോർഡ്, speak to our heart and give our best worship, hallelujah, in the presence of God. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് എല്ലാവർക്കും ഇന്ന് പൽക്കാലം ഇവിടെ കടന്നു വന്ന് കർത്താവിനെ സ്തുതിപ്പാൻ ദൈവം നമുക്ക് തന്ന അവസരത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മളെല്ലാവരും ഇവിടെ പൽക്കാലം കടന്നു വന്നിരിക്കുന്നത്. ദൈവത്തിന്റെ സ്നേഹവും അതിന്റെ ആഴവും നമ്മുടെ വാക്കിൽ കൂടെ നമുക്ക് വർണ്ണിപ്പാൻ അത് സാധ്യമല്ല. ബിക്കോസ് ഓഫ് ഹിസ് ഗ്രേസ് വി ആർ അലൈവ് ആൻഡ് വി ആർ ഹിയർ. നമ്മുടെ പ്രയാസത്തിലും ഭാരത്തിലും കൂടെ ഒക്കെയും കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ കൃപ നമ്മളോട് കൂടെയുണ്ട്. അവന്റെ ഹല്ലേലൂയ. ദൈവം നമ്മളോട് പറഞ്ഞു നിൽക്കുന്നത് ഭയപ്പെടേണ്ട, അതിനോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും സഹായിക്കുമെന്നാണ്. ദൈവത്തിന്റെ കൃപകളെ ധ്യാനിക്കുന്ന ഒരു പാട്ടാണ് ഇന്ന് നമ്മൾ പാടാനായിട്ട് പോകുന്നത്. എല്ലാവർക്കും അല്പസമയം എണീച്ചു നിന്ന് ദൈവത്തെ ആരാധിക്കാം. ദൈവത്തിൻ സ്നേഹത്തിൻ ആഴമിത് വർണ്ണിപ്പാൻ നാവിനാലാവതില്ലേ. എത്രയോ ശ്രേഷ്ഠമാ തൻ കരുതൽ, എന്നെന്നും ഓർത്തിടും വൻ കൃപയാൽ. ദൈവത്തിൻ സ്നേഹത്തിൻ ആഴമിത് വർണ്ണിപ്പാൻ നാവിനാലാവതില്ലേ. എത്രയോ ശ്രേഷ്ഠമാ തൻ കരുതൽ,
കൈവിടുമ്പോ
I'm so sorry that I was late today. I'm always early, the first person to come to the meeting, but today the topic, I can excuse so many things, but I'm apologizing to you. നമ്മൾ കേട്ടതുപോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മ ദൈവം നമുക്ക് തന്നല്ലോ. സ്തോത്രം. ആരെല്ലാം എന്തെല്ലാം ഭവിച്ചാലും നമ്മൾ പിന്മാറത്തില്ല. നമ്മൾ വിശ്വാസത്തിൽ മുന്നോട്ട് ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കാനുള്ള കൃപ ദൈവം നമുക്ക് തരുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് ഇത്രയും സന്തോഷമായിട്ട് നല്ല വേദനയിൽ നമുക്ക് ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം സഹായിച്ചല്ലോ. ദൈവം എത്ര നല്ലവനാണ്, എത്ര വിശ്വസ്തനാണ്, എത്ര വാക്കുമാറാത്ത ദൈവമായി നമ്മളോട് കൂടെ ഇരുന്ന് നമ്മൾക്ക് വേണ്ടതെല്ലാം തന്ന് നമ്മളെ പരിപാലിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്നത് നിങ്ങളെല്ലാം സ്വാഗതം ചെയ്യാനാണ്. നിങ്ങളെല്ലാം ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് എല്ലായിടത്തും നോക്കിയിരിക്കും. എനിക്ക് സ്വാഗതം ചെയ്യുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മുടെ ഈ ആദ്യത്തെ ക്വാർട്ടർലി മീറ്റിംഗിലേക്ക് ഇത്രയും പേര് കടന്നു വന്നല്ലോ. സ്തോത്രം. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. സ്പെഷ്യൽ അനോയിന്റിങ്ങും സ്പെഷ്യൽ കൃപയും പ്രാപിച്ച് ഇവിടെ ഇറങ്ങി പോകാവുള്ളൂ എന്ന് പ്രത്യേകം ഞാൻ ഓർപ്പിക്കുന്നു. സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് കടന്നു വന്നിരിക്കുന്നത് നമ്മുടെ ജാൻസി സിസ്റ്ററാണ് ദൈവത്തിന് സംസാരിക്കാനായിട്ട്. പിന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് കടന്നു പോയവരൊക്കെ കടന്നു വന്നിട്ടുണ്ട്. ഓണി സിസ്റ്റർ നേപ്പാളിലായിരുന്നു. ജാൻസി സിസ്റ്റർ ഓൾവേസ് മിഷണറിയ. അതുകൊണ്ട് we are there, so good to have you. We welcome you to our midst. ദൈവം അനുഗ്രഹിക്കട്ടെ. പിന്നെ ഞാൻ എല്ലാവരും നോക്കുക, ആരെങ്കിലും വിട്ടുപോയിരുന്നു. അനേകർ കടന്നു വന്നിട്ടുണ്ട്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട് സ്തോത്രം. എനിക്കൊരു വാക്യം വായിക്കാനുള്ളത് യെശയ്യാ പ്രവചനം 10-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: പുഷ്ടി നിമിത്തം നുകം തകർന്നു പോകും. സ്തോത്രം. പുഷ്ടി നിമിത്തം നുകം തകർന്നു പോകും. ഈ നുകം എന്ന് പറയുന്നത് ഒരു നല്ല ഒരു ഈസി ആയിട്ടുള്ള കാര്യമല്ല. നുകം വെച്ചാലേ ചില മനുഷ്യര് പ്രവൃത്തി ചെയ്യത്തുള്ളൂ. മനുഷ്യരല്ല, മൃഗങ്ങളാണെങ്കിലും പോലും നുകം വെച്ചാലേ ചെയ്യത്തുള്ളൂ. പക്ഷെ നുകം എന്ന് പറയുന്നത് ദൈവികമല്ല. അതൊരു അത് പൈശാചികമായ ഒരു കാര്യമാണ്. നമ്മളിൽ ഭാരം വെച്ചിരിക്കുകയാണ്, ഹെവിനെസ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ നുകത്തിൽ നിന്ന് നമുക്ക് വെളിയിൽ ചാടണമെങ്കിൽ നമുക്ക് അഭിഷേകത്തിന്റെ ശക്തി ലഭിച്ചേ മതിയാകുള്ളൂ. ആ അഭിഷേകത്തിന്റെ ശക്തി നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ചേ മതിയാകുള്ളൂ. അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ വളരെ ആകാംക്ഷയോടെ ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവ് നമ്മളോട് ദൈവത്തിന്റെ വചനത്തിലും സംസാരിക്കാൻ പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം നമ്മുടെ മധ്യത്തിൽ ഇറങ്ങട്ടെ. എന്നാൽ ഒരു കാര്യം എന്നെ ചിന്തിപ്പിച്ചതാണ്. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നു പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഉസിയ രാജാവ് കാണുകയാണ്. അപ്പൊ ഞാൻ എന്റെ മനസ്സിലെപ്പോഴും ചോദിക്കും, ഉസിയ രാജാവ് മരിക്കാതെ യെശയ്യാവിനെ കാണാനൊക്കത്തില്ലായിരുന്നു കർത്താവ് ഉയർന്നും പൊങ്ങിയുള്ള. പക്ഷെ ഉസിയ രാജാവിനെ കുറിച്ച് ചിന്തിച്ചാല് താൻ ഒത്തിരി കാര്യങ്ങൾ ആ രാജ്യത്ത് ചെയ്ത ഒരു രാജാവായിരുന്നു. തന്റെ സിംഹാസനം ഭയങ്കര ഒരു സംഭവമായിരുന്നു. തനിക്ക് തന്റെ കോട്ടകള് താൻ പണിതതായ ഭയങ്കര കാര്യങ്ങളെല്ലാം മനുഷ്യർക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. താൻ മരിച്ചപ്പോൾ ജനമെല്ലാം വളരെയധികം ദുഃഖിച്ചു. ദിവസങ്ങൾ ദുഃഖിക്കാനായിട്ട് ഇടയായിരുന്നു. അപ്പം താൻ അപ്പോൾ തന്റെ സിംഹാസനമൊക്കെ ഭയങ്കര സിംഹാസനമായിരുന്നു. മനുഷ്യരെല്ലാം തന്നെ ഓർത്ത് ഇങ്ങനെ ഒത്തിരി ഒരു വർഷയിൽ ആരാധിക്കുകയൊക്കെ ചെയ്തായിരിക്കും ഒരു പക്ഷേ. എന്നാണേലും താൻ മരിച്ചപ്പോൾ, ഉസിയ രാജാവ് മരിച്ചപ്പോൾ എല്ലാ ജനത്തിനും ഭയങ്കര സങ്കടമായിപ്പോയി. നാളുകൾ അവര് ദുഃഖിച്ചിരുന്നു. അപ്പോഴാണ് യെശയ്യാവും ദുഃഖിച്ചിരുന്നത്. യെശയ്യാവ് പ്രവാചകനാണ്. എന്നിട്ട് പോലും താൻ ജനത്തിന്റെ ഇത് ഇങ്ങനെ ഈ മരണത്തിൽ തനിക്കും വിഷമം ഉണ്ടായി. അപ്പോഴാണ് ദൈവം ചോദിക്കുന്നത്, നീ എന്തിനാ വിഷമിക്കുന്നത്? അപ്പോഴാണ് കർത്താവിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് തനിക്ക് യഥാർത്ഥമായിട്ട് ദൈവം കണ്ണുകളെ തുറന്ന് തനിക്ക് കാണാനായിട്ട് സാധിച്ചത് ദൈവത്തിന്റെ സിംഹാസനത്തെ, മനുഷ്യരുടെ സിംഹാസനത്തെ അല്ല. മനുഷ്യരുടെ സിംഹാസനത്തിന് അപ്പുറമായിട്ട് ദൈവത്തിന്റെ ഒരു സിംഹാസനം ഉണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ സിംഹാസനം താൻ കണ്ടപ്പോൾ തനിക്ക് തന്നെ ആ സിംഹാസനത്തിന്റെ ചുറ്റുമുള്ളതായ സറാഫുകൾക്ക് ഇരട്ടി ചിറകുണ്ടായിരുന്ന ആ ചിറകുകള് ദൈവത്തിന്റെ ആ പരിശുദ്ധത കാണുവാൻ കഴിയാതെ വണ്ണം അതിന്റെയൊക്കെ മുഖം മറച്ചു. അതിന് ദൈവസന്നിധി നിൽക്കാൻ കഴിയാതെ വണ്ണം അത് പറന്നു നിന്നുകൊണ്ടാണ് അത് ദൈവത്തെ സ്തുതിക്കുന്നത്. ഓരോ അന്യോന്യം പറയുവാണ്, നീ
പരിശുദ്ധൻ, യഹോവ പരിശുദ്ധൻ 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 എന്ന് പറയുന്നു. അപ്പം ദൈവത്തിന്റെ ആ പരിശുദ്ധി എത്ര ശ്രേഷ്ഠമാണെന്ന് നമുക്ക് ഊഹിക്കാനായിട്ട് സാധിക്കും. നമ്മൾ ദൈവസന്നിധിയിലാണ് കടന്നു വന്നിരിക്കുന്ന പ്രിയ മക്കളെ. അപ്പോൾ നമുക്ക് ആ ദൈവത്തിന്റെ ആ പരിശുദ്ധിയിൽ കൂടി മാത്രമേ നമുക്ക് ആ അഭിഷേകം പ്രാപിച്ചെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള ബന്ധനങ്ങളിൽ നമ്മൾ അറിയാതെ പോയി ചാടുന്നതുകൊണ്ട് വരുന്നതുകൊണ്ട് നമ്മളെല്ലാം ഞാൻ ആ വിഷയത്തിലേക്ക് ഇപ്പോൾ കിടക്കുന്നില്ല. എങ്കിലും ദൈവത്തിന്റെ ആ പരിശുദ്ധിയെ കുറിച്ച് ഓർത്ത് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാനും നമ്മുടെ ഹൃദയം എപ്പോഴും ദൈവസന്നിധി പകർന്നുകൊണ്ടിരിക്കാൻ, ദൈവം നമ്മളെ ഓർക്കാൻ തക്കോണം നമ്മൾ ആരാണ്. നമ്മൾ ഭൂമിയുടെ അറ്റത്ത് ഒരു ചെറിയൊരു പൊട്ട് പോലെ ഒരു സാധ്യതയാണ്. പക്ഷെ ദൈവം സ്വർഗത്തിൽ വസിക്കുന്ന ദൈവം നമ്മളെ വിചാരിക്കുന്നു, നമ്മളെ ഓർക്കുന്നു, നമുക്ക് വേണ്ടി കരുതുന്നു. സ്തോത്രം. അപ്പോൾ ആ പരിശുദ്ധനായ ദൈവത്തിന്റെ ആ പരിശുദ്ധി കാണുവാനും ആ സറാഫുകൾ ദൈവത്തെ ആരാധിക്കുന്നത് കണ്ട് മനസ്സിലാക്കിയ യെശയ്യാവിന് തന്റെ ജീവിതത്തെ യഥാർത്ഥമായിട്ട് ദൈവത്തെ ഒന്ന് കാണുവാനായിട്ട് സാധിച്ച സിംഹാസനത്തിന്റെ അതെല്ലാം കംപ്ലീറ്റ് പുള്ളി മറന്നിട്ട് തനിക്ക് ദൈവത്തിലേക്ക് തിരിയുവാനായിട്ട് ദൈവം ആരാണെന്ന് അറിയാനൊക്കെ പിന്നീട് നമ്മൾ വായിക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ആ സാന്നിധ്യം മനസ്സിലാക്കാനായിട്ട് ഇടയായിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ നമുക്ക് ആ ദൈവത്തിന്റെ സന്നിധിയോടുള്ള ആ പരിശുദ്ധിയോ ഓർത്ത് വലിയ ഒരു എത്ര വിശുദ്ധരായിരുന്നാൽ മാത്രമേ നമുക്ക് ദൈവത്തെ ആരാധിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ആ സീരിയസ്നെസ് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. സ്തോത്രം. അടുത്തായിട്ട് നമ്മുടെ സംഘടന വായിക്കാനായിട്ട് പ്രിയ ജോളി ക്ഷണിക്കുകയാണ്. നമുക്ക് എല്ലാവരെയും ഹൃദയം എപ്പോഴും നിറഞ്ഞുകൊണ്ട് ദൈവത്തെ ആരാധിക്കാം. നമുക്കറിയാം ഒരു ഉച്ച കഴിഞ്ഞ ഒരു ക്ഷീണത്തിന്റെ സമയമാണ്. എന്നാൽ നമുക്കൊരു ആരാധനയുടെ ഒരു ഇത് നമ്മുടെ ഹൃദയത്തിൽ വരട്ടെ. ദൈവത്തെ ആരാധിക്കുന്ന ആ പരിശുദ്ധിയിൽ സറാഫുകൾ ആരാധിക്കുമ്പോൾ അവരുടെ ആ സർവ്വമഹത്വവും സർവശക്തനായ ദൈവത്തിന് കൊടുക്കുന്നതിൽ നമ്മൾക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ കർത്താവിന് വേണ്ടി എത്ര അധികം കൊടുക്കണം. നമുക്ക് വേണ്ടി സ്വന്തം ജീവനെ തന്ന കർത്താവിനെ നമ്മൾ എത്രയധികം സ്നേഹിക്കണം, സ്തുതിക്കണം, ആരാധിക്കണം. അതുകൊണ്ട് നമുക്ക് ഒരു ആരാധന മനോഭാവത്തോടു കൂടി ദൈവസന്നിധിയിലായിരിക്കാം. ഡോക്ടർ ജോളി. Praise the Lord for the reading of the word. നമ്മുടെ Psalms reading ന് വേണ്ടി നമുക്ക് എല്ലാം ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. And we are going to turn to Psalms 19 Psalms ആണ് നമ്മൾ വായിക്കുന്നത്. And we are not going to read all of it. അതിന്റെ verse 7 മുതൽ 14 വരെ, 7 to 14. Psalms 19 7 to 14. നമ്മൾ ഒരുമിച്ചാണ് വായിക്കുന്നത്. So just if you have English or Malayalam, whichever it is, we're going to read together, okay, from verse 14. So we're going to start verse 7. The law of the Lord is perfect, refreshing the soul. The statutes of the Lord are trustworthy, making wise the simple. The precepts of the Lord are right, giving joy to the heart. The commands of the Lord are radiant, giving light to the eyes. The fear of the Lord is pure, enduring forever. The decrees of the Lord are firm, and all of them are righteous. They are more precious than gold, than more pure gold. They are sweeter than the honey from the honeycomb. By them your servant is warned. In keeping them there is great reward. But who can discern their own errors? Forgive my hidden faults. Keep your servant also from willful sins. May they not rule over me. Then I will be blameless, innocent of great transgression. May these words of my mouth and the meditation of my heart be pleasing in the sight, Lord, my rock and my redeemer. Praise God. Hallelujah. Blessed be the word of God. Hallelujah. Alpasamay divti aaradhikam. Deri vara vara chandara rekavara vara vasya. Deri vopura vara vashandale. Thank you for the word of God, oh Father. Hallelujah. Divara vashandale. The word of God is powerful. Hallelujah. It pierces through the hearts and the minds of people. Hallelujah. Adu janatinu shakti nalgunu. Janate jeevipikunu. Hallelujah. Devathinte vajanam alpavuthe gnaniyagi thorkunu. Hallelujah. Devathinte vajanam hallelujah. Haravara kachori vara shandane. Thank you Lord. Hallelujah. Devathinte vajanam shakti ulade. Illadane ulade pore vidichu varikonu. Devathinte vajanam hallelujah. Jeevan nalguna vajanam hallelujah. Mare kadarkuna chutiya haravara rasya. Devathinte vajanam vimana haduna radade vimana shakuna
അംഗീകരിക്കാം. ഹല്ലേലൂയ. Thank you Lord. ജോഷുവ 1:8 വായിക്കുന്ന ഇങ്ങനെയാണ്, ഈ വചനങ്ങളെ the Lord has put in my heart. എൻ്റെ ഹൃദയത്തിൽ ദൈവം തന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഈ വചനത്തിന്റെ പവറാണ്. ഹല്ലേലൂയ. 1:8 വാക്യം ജോഷുവയിൽ പറയുന്നു, keep this book of law always in your lips. നിന്റെ വായിൽ നിന്ന് ഈ വചനം മാറിപ്പോകരുത് അല്ലേ. meditate on it day and night that you may be careful to do everything written in it. എന്നാൽ നിന്റെ വഴികൾ പ്രോസ്പെറസ് ആകും, എല്ലാം സക്സസ്ഫുൾ ആകും. അപ്പം കർത്താവിന്റെ സന്നിധിയില് നമുക്ക് എല്ലാവരും we want to be blessed and we want to be in his presence അല്ലേ ദൈവത്തിൽ. എന്നാൽ ഈ വചനം വളരെ പവർഫുൾ. സംടൈംസ് we don't take this word of God ഇത്രയും ആഴത്തിൽ നമ്മൾ എടുക്കത്തില്ല പലപ്പോഴും. നമുക്കറിയാം വചനം this is actually the compass for our life അല്ലേ. ഒരു ദേവദാസൻ ഒരു കോളേജില് ഇങ്ങനെ he had to defend his that Jesus God ഉണ്ടെന്ന്, ദൈവം യഥാർത്ഥമായി ഉണ്ടെന്ന് ഡിഫെൻഡ് ചെയ്യാൻ ഒരു കോളേജുകാർ വിളിച്ചപ്പോഴേ അദ്ദേഹം അവിടെ കടന്നു ചെന്നിട്ട് ആദ്യം എല്ലാവരോടും പറഞ്ഞു നേടിയിട്ട് നിന്നിട്ട് എന്നിട്ട് പറഞ്ഞു he said you point to the north എന്ന് പറയുന്ന ആ സ്ഥലത്തോട്ട് പോയിന്റ് ചെയ്യാൻ പറഞ്ഞു. എല്ലാവരും ഒരാൾ അങ്ങോട്ട് പോയിന്റ് ചെയ്യും, ഒരാൾ ഇങ്ങോട്ട്, everybody is all different directionലോട്ടാണ് പോയിന്റ് ചെയ്യുന്നത്. People don't know where north is. So he took a compass from his pocket in the compass എടുത്തിട്ട് തിരിച്ചു അതിൻ്റെ പോയിന്റ് directing to the north. അദ്ദേഹം പറഞ്ഞത് ദൈവത്തിന്റെ സൃഷ്ടി, ദൈവത്തിന്റെ ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ തന്നെ there was a magnetic attraction that the compass will always direct to the north. എപ്പോഴും ദൈവത്തിന്റെ വചനത്തിന് there is an order. Hallelujah. The Bible is the word of God that gives us direction, that gives every day, that നമ്മളെ നയിക്കുന്ന ദൈവത്തിന്റെ വചനം. Hallelujah. ഇന്ന് പാട്ടുകൾ പാടിയപ്പോൾ കേട്ടല്ലോ, കൃപയാൽ 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 മാത്രം. What we are today is his grace. അത് മാത്രം, കൃപയല്ല നമുക്ക് എന്തുള്ളൂ. എല്ലാം ഓർത്ത് ആ ദൈവത്തിന്റെ വചനം. എനിക്ക് ദൈവത്തിന്റെ വചനം I know I cannot ആദ്യത്തെ ഭാഗം 1 മുതൽ 6 വരെയുള്ള ഭാഗം എന്ന് പറയുന്നത് it's about declaring the glory of God when you look into the nature. അത് പറയാൻ സമയമില്ല, അതുകൊണ്ട് 7 മുതൽ നമ്മൾ വായിച്ച് 7 മുതൽ 11 വരെ പറയുന്നത് the word of God is perfect, the statutes of the Lord are right. എല്ലാ precepts, അതെ, commandments of the Lord, അതെ, fear of the Lord, the decree of the Lord, അതെല്ലാം നമ്മൾ ഒന്ന് വായിച്ച് every day. എനിക്കറിയത്തില്ല നമ്മൾ എത്ര പേര് how much time do we spend in the presence of God reading the word. ഒരു ദിവസം ഒരു 10 to 15 minutes വായിച്ചാൽ it's a blessing in our life. നമ്മൾ അറിയാത്ത കാര്യങ്ങളെ it corrects us, it changes us, it changes our hearts. നമ്മുടെ സംസാരത്തെ പോലും ചേഞ്ച് ചെയ്യും, നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ ചേഞ്ച് ചെയ്യും, നമ്മുടെ ബിഹേവിയറിനെ, നമ്മുടെ റിലേഷൻഷിപ്പിനെ പോലും ചേഞ്ച് ചെയ്യും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി. ഇന്ന് വചനം കേൾക്കുമ്പോൾ I know it's going to pierce through our heart. നമ്മുടെ വചനം നമ്മുടെ ഹൃദയത്തെ കറക്റ്റ് ചെയ്യട്ടെ. ഇത് പറയുന്നേ, അത് ആചരിക്കുന്ന എല്ലാവർക്കും മഹാപ്രതിഫലമുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. അത് പറയുന്നു, ഞാൻ പെട്ടെന്ന് പറയാം, അത് പറയുന്നു who can discern. നമ്മുടെ തെറ്റുകളെ ഗ്രഹിക്കുന്നവരാർ, മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ ശുദ്ധീകരിക്കണം. അതിന് പറയുന്നത് എന്തുവാ? പാപവും ഉണ്ട്, സിൻസ് ഉണ്ട്, ഇനിക്വിറ്റി ഉണ്ട്. സിൻസ് എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ഇപ്പം നല്ലതായിട്ടൊക്കെ നല്ല മക്കളായി, നമ്മൾ പല പാപങ്ങൾ ചെയ്തപ്പോഴൊക്കെ നമ്മളത് മറന്നു പോയിട്ടുണ്ട്. ഒന്ന് ഓർത്ത് നോക്കിക്കേ, നമ്മൾ റിപ്പൻറ്റ് ചെയ്തത് പലതും കാണും. ദൈവത്തോട് റിപ്പൻറ്റ് ചെയ്യുക, ദൈവസ്ഥനെ ഏറ്റുപറയുക. ഇറ്റ്സ് എ ടൈം. നമുക്ക് അനുഗ്രഹം, ദൈവ സാന്നിധ്യം വേണമോ, ആ കൃപയിൽ നമ്മൾ ആ കണക്റ്റഡ് ആയിരിക്കണമോ. God desire that our presence, that we be closer to him. അല്ലെ, ആദ്യ സ്നേഹത്തിലേക്കൊന്ന് മടങ്ങി വരാനാണ് ദൈവം നമ്മെ പറ്റി ആഗ്രഹിക്കുന്നത്. നമ്മൾ അല്പമെങ്കിലും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ആരാധന, ഇന്നത്തെ വചനത്തിൽ നമ്മളെ കർത്താവിലേക്ക് അടുപ്പിക്കട്ടെ. സ്പെൻഡിങ് ടൈം വിത്ത് ദി ലോർഡ്. അതുപോലെ സ്തോത്രം. ഇനിക്വിറ്റി എന്ന് പറഞ്ഞാല് സിൻസ് ദാറ്റ് വി ന്യൂ, നമുക്കറിയാം തെറ്റാണ്, എന്നാലും നമ്മുടെ ഫ്ലഷ് നമ്മളെ തെറ്റിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഡിസയർ, അങ്ങനെ ഇനിക്വിറ്റി, ഈവൻ അറിഞ്ഞുകൊണ്ട് ചെയ്ത പാപങ്ങളുണ്ട്. എന്നാൽ ഇതൊക്കെ കർത്താവിന്റെ സന്നിധിയിൽ ഡേവിഡ് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ
keep thy servant from the iniquity of willful sin. അല്ലേ, അതിൻ്റെ മേൽ വാഴരുത്. ആമേൻ, സ്തോത്രം. ഈ വചനം നമ്മളെ വായിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മളെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കും, നമ്മളെ ചേഞ്ച് കൊണ്ടിരിക്കും. വചനം കേൾക്കുമ്പോൾ നമ്മളെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. നമ്മൾക്ക് ജ്ഞാനം, ഇത് ഞാൻ ഇവിടെ ഇവിടെ പറയുന്നു, ഇറ്റ് മേക്സ് നമ്മളെ സിമ്പിളിനെ അല്ലെ സാധാരണ മനുഷ്യരെ ജ്ഞാനികളാക്കും. കണ്ടിട്ടുണ്ടോ നാട്ടിലൊക്കെ ഞാൻ സഹോദരന്മാരെ കണ്ടിട്ട് വെറും പഠിക്കാത്ത, കോളേജിലോ സ്കൂളിലോ ഒന്നും പോകാത്ത 2 ക്ലാസ്സും 3 ക്ലാസ്സും പഠിച്ചവരുടെ ജ്ഞാനത്തിൽ കൂടി ദൈവത്തിന്റെ വലിയ കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ, ഓ ഹല്ലേലൂയ, ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായി കഴിഞ്ഞിട്ട് ദൈവീയ ജ്ഞാനം ലഭിക്കുവാൻ ദൈവത്തിന്റെ വചനം നമ്മെ ജീവിപ്പിക്കട്ടെ. ദൈവത്തിന്റെ സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, let the meditation of എന്റെ ഹൃദയത്തിലെ ധ്യാനം, എന്റെ വായിലെ വാക്കുകളെ കർത്താവിന് പ്രസാദമുള്ളതായി തീരട്ടെ. എന്നെ നീ രൂപാന്തരപ്പെടുത്തണമേ. ഈ വചനം എന്നെ ജീവിപ്പിക്കണമേ. കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനയോടെ ഇരിക്കാം. സ്തോത്രം. വലിയ വിടുതലുകളാണ് ഞാൻ കേട്ടിട്ടുണ്ട്. ഓരോ റിസർച്ച് ഞാൻ വായിക്കുമ്പോൾ, ഓരോ റിസർച്ച് ഞാൻ വായിച്ച് 4 പ്രാവശ്യം ഒരാഴ്ചയിൽ ബൈബിൾ വായിച്ചാൽ I don't have time. ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങളാണ് ആ റിസർച്ച്. പിന്നെ I can share that later. പക്ഷെ ഒരു അറ്റ്ലീസ്റ്റ് 4 പ്രാവശ്യമെങ്കിലും ഒരാഴ്ച വായിച്ചാൽ ഉള്ള അനുഗ്രഹങ്ങളെ, അപ്പൊ നമ്മളെല്ലാ ദിവസവും if we are not കർത്താവിലേക്ക് ഒന്ന് മടങ്ങി വരെ ഈ ദൈവം നമ്മോട് സംസാരിക്കും. ഈ വചനം നമ്മോട് ഇടപെടും. അമ്മ ദൈവത്തിന്റെ കാര്യങ്ങൾ നമ്മെ തന്നെ അമ്മ വലിയ പ്രതീക്ഷയോടെ ആയിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ദൈവത്തിന്റെ വചനം എത്ര ശ്രേഷ്ഠമാണ്. നമ്മളെല്ലാം ഈ വചനം എടുത്തുകൊണ്ടാണ്, നമ്മുടെ പിതാക്കന്മാർ ഈ വചനം എടുത്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ആയിരിക്കുന്നത്. അവൻ സ്തോത്രം. അവരവരുടെ ജീവൻ പോലും കർത്താവിന് വേണ്ടി കൊടുക്കാനായിട്ട് ഈ വചനത്തിന് വേണ്ടി നിന്നു. അതുകൊണ്ട് അവരുടെ തലമുറയെ ദൈവം മാനിച്ചു. താങ്ക് യു സിസ്റ്റർ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ ഒരു വാക്കും കൂടെ പറയാണ് ദൈവവചനത്തെ കുറിച്ച്. ഞാൻ ജോലിക്ക് പോകുമ്പോഴും എപ്പോഴും എൻ്റെ ബാഗിനകത്തൊരു ബൈബിളുണ്ട്. അത് പക്ഷെ ഇതല്ല, അത് ഇച്ചിരി വലുപ്പമുള്ള ഹെവി. അപ്പൊ എൻ്റെ ബാഗ് എടുത്ത് ചോദിച്ചു, എന്തോ ഇതിനകത്ത് ഇത്ര ഹെവിയാണ്. എവറി ഡേ ഐ ക്യാരി ദാറ്റ് ബൈബിൾ ഇൻ മൈ ബാക്ക് പാക്ക്. So, and I told my daughter to do this. I mean, she actually, I saw her doing it. That's how I learned it. And it is a blessing. ദൈവം നമ്മളെ അറിയാത്ത രീതിയിൽ രൂപാന്തരപ്പെടുത്തും. അറിയാത്ത രീതിയിൽ നമ്മളിത് വായിക്കണം, നമ്മളിത് എഴുതണം. ഈ ചുമ്മാ പേപ്പർ എടുത്താൽ എഴുതിയാൽ മതി. ദൈവം അതൊക്കെ ബ്ലെസ്സിങ് തരും. സ്തോത്രം. എൻ്റെ അടുത്തായിട്ട് നമ്മുടെ സിസ്റ്റർ ജാൻസി സിസ്റ്റർ ദൈവവചനത്തിൽ നമ്മൾ സംസാരിക്കാനായിട്ട് എല്ലാവരും വളരെ ഒരു ദൈവവചനം കേൾപ്പാനും ഒരു ആത്മാവിന്റെ നമ്മളിവിടെ ഇത്രയും കഷ്ടപ്പെട്ട് കടന്നു വന്നിട്ട് വെറുതെ കടന്നു പോകാതെ ഒരു ദൈവത്തിന്റെ ഒരു ടച്ച് പ്രാപിച്ച് നമുക്ക് കടന്നു പോകണം. അതിനായിട്ട് ദൈവാത്മാവ് നമ്മളോട് ഡയറക്റ്റായിട്ട് സംസാരിക്കണം, നമ്മളോട് ഇടപെടണം. നമ്മൾ അതല്ലാതെ വേറെ ഒരു രീതിയില്ല. നമ്മൾ അതിനുവേണ്ടി വളരെ ആഗ്രഹത്തോടെ ദൈവത്തിന് നമുക്ക് പ്രാർത്ഥിക്കാം. സിസ്റ്റർ ജാൻസി തോമസ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ദേവസഭയില് 1984 മുതൽ ഒരു ചർച്ചിൽ തന്നെ അവർ കുടുംബമായിട്ട് ദൈവത്തെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. സിസ്റ്ററിന് 4 മക്കളുണ്ട്. 2 ആൺകുഞ്ഞുങ്ങളും 2 പെൺകുഞ്ഞുങ്ങളും. 2 പേര് ഓസ്ട്രേലിയയിലും 2 പേര് ആർക്കൻസാസിലുമാണ്. അവര് വിസിറ്റേഴ്സ് അല്ല, അവര് ഗ്രീൻ കാർഡ് ഹോൾഡേഴ്സ് ആണ്. ദൈവം അനുഗ്രഹിക്കട്ടെ സിസ്റ്റർ. she is not a new, but she's been here several times, right? Yeah, I've been to her service and I got blessed. And ദൈവം അനുഗ്രഹിക്കട്ടെ സിസ്റ്റർ. ഇപ്പോഴുള്ള ദൈവജനത്തിനായിട്ട് ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിക്കുന്നു. Amen. Praise the Lord. എല്ലാവർക്കും സന്തോഷത്തോടെ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്താവിന്റെ വലിയ സാന്നിധ്യം നമ്മൾ ഒരുമിച്ച് അറിയാം. ഹല്ലേലൂയ. ഇന്നത്തെ ഈ മീറ്റിംഗിന്റെ അധ്യക്ഷയായിരിക്കുന്ന കർത്താവിന്റെ ദാസിയെ മേഴ്സിച്ചാക്കോയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസിയെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഈ HWPF-ന്റെ ഭാരവാഹികളായിരിക്കുന്ന സഹോദരിമാർ, പ്രത്യേകിച്ച് പ്രിയ റോസമ്മ തോമസ്, ബെറ്റി എബ്രഹാം, ഡോക്ടർ ജോളി ജോസഫ്, ഹല്ലേലൂയ, സഹോദരിമാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസി ജോളി ജോസഫിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞങ്ങൾ ഒത്തിരി വർഷങ്ങളായി
ഒരുപാട് സ്റ്റേജുകൾ ഒരുമിച്ച് ഷെയർ ചെയ്തിട്ടുണ്ട്. ന്യൂ ഇന്ത്യ ദൈവസഭയുടെ ജനറൽ കൺവെൻഷൻ ഒരേ സ്റ്റേജിൽ ഞങ്ങൾ ഒരുമിച്ച് ശുശ്രൂഷിച്ചിട്ടുണ്ട്. വചനം ഹല്ലേലൂയ. ചെങ്കൽച്ചൂളയിൽ, മലബാറിൽ, പല സ്ഥലങ്ങളിലായി മലബാറിൽ ഞങ്ങൾ മാറി മാറി പാർത്ത് ഓരോ ചർച്ചുകൾ പ്ലാൻ ചെയ്യുന്ന പലയിടങ്ങളിലും അവർ കുടുംബമായി കടന്നു വരുവാൻ ദൈവം അവരെ സഹായിച്ചു. പ്രൈസ് ദി ലോർഡ്. അത് കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് എന്നെ ഈ മീറ്റിംഗിലേക്ക് കൊണ്ടുവന്ന സിസ്റ്റർ ജാൻസി ഷിബുവിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മീറ്റിംഗിലേക്ക് എന്നെ ക്ഷണിച്ച സിസ്റ്റർ സൂസൻ ജോസഫിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലം നാം ഒരുമിച്ച് ചിന്തിക്കുന്ന തിരുവചനം യെശയ്യാവ് 60:1 പറയാണ്, എഴുന്നേറ്റ് പ്രകാശിക്ക. ഹല്ലേലൂയ. 2 ക്രിയകളാണ് അവിടെ നടക്കുന്നത്. ഒന്ന്, എഴുന്നേൽക്ക. ദൈവമക്കളെ, എന്നോടും നിങ്ങളോടും ദൈവത്തിന്റെ ഒരു കൽപ്പനയാണ്, എഴുന്നേൽക്ക. രണ്ടാമത് ദൈവം നമ്മളെ ആഹ്വാനം ചെയ്യാണ്, പ്രകാശിക്കുക. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നാം ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ അതേ ദൈവവുമായി ബന്ധമുള്ള ദൈവത്തിന്റെ കുഞ്ഞിനോടാണ് ദൈവം പറയുന്നത്, നീയും എഴുന്നേൽക്ക്. ഹല്ലേലൂയ. ആ കൽപ്പനയിൽ ഞാനും നിങ്ങളും ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുക. നമ്മൾ ദൈവത്തിനായും എഴുന്നേൽക്കുകയാണ്. ഞാനും നിങ്ങളും ദൈവത്തിനായി പ്രകാശിപ്പിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. അതേ തിരുവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. സദൃശവാക്യം 31:18 വാക്യത്തിന്റെ 2 വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അവളുടെ വിളക്ക് രാത്രിയിൽ കെട്ടുപോകുന്നില്ല. ഹല്ലേലൂയ. അതേ പ്രകാശമുള്ള ദൈവമക്കളെ, ഞാൻ നിങ്ങളും ഒരു കാര്യം നോർമലായി ഒന്ന് ചിന്തിച്ച്, രാത്രിയാകുമ്പോൾ നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഉറങ്ങുന്നു. പഴയ കാലത്തെ അമ്മച്ചിമാരോട് ചോദിച്ചാൽ വിളക്കൂതി കെടുത്തിയിട്ട് ഉറങ്ങുന്നു. എന്നാൽ അതേ ദൈവത്തിന്റെ പൈതലെ, രാത്രിയിൽ ഉറങ്ങുമ്പോൾ എന്റെയും നിങ്ങളുടെയും വിളക്ക് കെടുന്നില്ല. ആ വ്യക്തിക്ക് ഒരു ഉത്തമ ബോധ്യമുണ്ട്, ഈ ഇരുള് കഴിഞ്ഞ് നാളെ ഒരു പ്രഭാതമുണ്ട്. എനിക്ക് നാളെ ഒരു ഭാവിയുണ്ട്. നാളെയുടെ ഭാവിയെ കുറിച്ച് അതിധൈര്യമായി പ്രകാശിക്കുന്ന ദൈവത്തിന്റെ മക്കള് ഇന്നിവിടെ ഇരിക്കുന്നവർ. ഹല്ലേലൂയ. ഞാനും നിങ്ങളും ഒരു കാര്യം മനസ്സിലാക്കി നമ്മൾ വിളിച്ചു പറയാണ്, അല്ലയോ ഇരുളടഞ്ഞ ദിവസമേ, മണിക്കൂറുകളെ, എന്റെ വിളക്ക് കെടുകയില്ല. നാളെ എനിക്കൊരു പ്രഭാതമുണ്ട്. എന്റെ പ്രഭാതത്തിൽ, എന്റെ തലമുറയിൽ, എന്റെ കുടുംബത്തിൽ ദൈവം വൻ കാര്യങ്ങളെ ചെയ്യാൻ പോകുകയാണ്. ഹല്ലേലൂയ. എന്റെ ബാല്യത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്, വലുതായി സുവിശേഷ വേല ചെയ്യാൻ ഭാഗ്യം തരണമേ. അതെ, എന്റെ വിവാഹത്തിന് മുമ്പ് ദൈവത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്, കുടുംബ ജീവിതത്തിൽ തലമുറകളെ തന്നാൽ അവർ സുവിശേഷകരായിരിക്കണം. ദൈവമക്കളെ, ഇരുളടഞ്ഞ സാഹചര്യത്തിൽ, ഒന്നുമില്ലാത്ത സന്ദർഭത്തിൽ ദർശനമുണ്ട്. അതേ പ്രകാശപൂർണമായി വിളക്ക് കത്തിയിരിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ പ്രത്യേകതയാണ്, അവൾ ഭാവിയെ നോക്കി വാഗ്ദത്തങ്ങൾ വിളിച്ചു പറയും. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസി ജോളി സിസ്റ്ററോട് നമ്മൾ കേട്ടു ദൈവവചനത്തിന്റെ പ്രാധാന്യം. നിങ്ങളൊന്ന് വിളിച്ചു പറയാമോ, യഹോവയുടെ വചനം എന്റെ വായിൽ നിന്നും, എന്റെ സന്തതിയുടെ വായിൽ നിന്നും, എന്റെ സന്തതിയുടെ സന്തതിയുടെ വായിൽ നിന്നും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. എന്റെ സന്തതി മാത്രമല്ല, അത് എന്റെ അടുത്ത തലമുറ സുവിശേഷത്തിനായി നിലകൊള്ളും. അത് രാത്രിയുള്ള സമയമാ. ഈ ഇരുളിൽ ഞാനും നിങ്ങളും വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്, രാത്രിയെ നിനക്കറിയാമോ, എന്റെ വിളക്ക് കെട്ടുപോകുകയില്ല. എനിക്കൊരു പ്രഭാതം വരുന്നുണ്ട്. എന്റെ തലമുറ ശക്തമായി ദൈവത്തിന് വേണ്ടി നിലകൊള്ളും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം സഹോദരിമാരെ, വിശ്വാസത്തിന്റെ വാക്കൊന്ന് വിളിച്ചു പറഞ്ഞേ. ഇത് ആരെ കൊണ്ടേ കഴിയത്തുള്ളതെന്നറിയോ? വിശ്വാസമുള്ള ഒരാളിനെ കൊണ്ടേ കഴിയുള്ളൂ. ഹല്ലേലൂയ. തിരുവചനത്തിലേക്ക് നമുക്ക് വരുമ്പോൾ അവിടെ കാണാൻ സാധിക്കുന്ന ഒരു വാക്യമുണ്ട്. അത് 2 തെസ്സലോനിയ 1:13 വാക്യത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങളുടെ വിശ്വാസം ഏറ്റവും വർദ്ധിച്ചിട്ട്
അടുത്തത് പറയാണ് എല്ലാവർക്കും അന്യോന്യം സ്നേഹം പെരുകിയും വരണം. ഹല്ലേലൂയ. ഇവിടെ പ്രാർത്ഥിച്ച് മീറ്റിംഗ് തുടങ്ങുമ്പോൾ ആ ആന്റി പ്രാർത്ഥിച്ച ഒരു വാചകമാണ്, ഞങ്ങളുടെ സ്നേഹം പെരുകി വരണം, വർദ്ധിച്ചു വരണം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നെയും നിങ്ങളെയും നോക്കിയിട്ട് ഇവിടെ നമുക്കറിയാം അപ്പോസ്തലനായ പൗലോസ് തന്റെ മുൻപിലുള്ള ദൈവസഭയെ നോക്കിയ ഈ രണ്ട് യോഗ്യത പറയുന്നത്. എന്താണ് ഇവരുടെ യോഗ്യത? ഇവരുടെ യോഗ്യത എന്ന് പറയുന്നത് നിങ്ങളുടെ വിശ്വാസം ഏറ്റവും വർദ്ധിച്ചു. രണ്ടാമത് പറയാണ് നിങ്ങളുടെ സ്നേഹം എന്ത് ചെയ്തിട്ടുണ്ട്? പെരുകിയിട്ടുണ്ട്. ഹല്ലേലൂയ. പൗലോസ് തന്റെ മുൻപിലുള്ള ദൈവസഭയെ നോക്കി ഇത് പറയുക. ഇന്ന് ഞാനും നിങ്ങളും ഒന്ന് ചിന്തിച്ചേ, നമ്മുടെ പാസ്റ്റർ, ഹല്ലേലൂയ, എന്റെ പാസ്റ്റർ എന്നെ നോക്കിയിട്ട് പറയുക, കുഞ്ഞെ നിന്റെ വിശ്വാസം വർദ്ധിച്ചിട്ടുണ്ട് കേട്ടോ, മോളെ നിന്റെ സ്നേഹം പെരുകി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഇത് നമ്മളെ കുറിച്ച് സാക്ഷ്യം പറയുക. ഇങ്ങനെ വിശ്വാസം വർദ്ധിക്കുന്ന ഒരു ദൈവ പൈതലാണ് വിശ്വാസത്തോടെ ചിലത് വിളിച്ചു പറയുന്നത്. പ്രതികൂലത്തിൽ അവളുടെ വിളക്ക് കെട്ടുപോകാതെ അവൾ വിശ്വാസത്തോടെ ഇത് വിളിച്ചു പറയുക. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, നിങ്ങൾ ഇതൊന്ന് ഏറ്റെടുത്തിട്ട് പറ, ഞാൻ എഴുന്നേറ്റ് പ്രകാശിക്കാൻ പോകുക, എന്റെ വിളക്കിനി കെട്ടുപോകത്തില്ല. ഹല്ലേലൂയ. എന്റെ വിശ്വാസം വർദ്ധിക്കുകയാണ്, അന്യോന്യമുള്ള എന്റെ സ്നേഹം പെരുകുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളും എഴുന്നേറ്റ് പ്രകാശിക്കണം. ഹല്ലേലൂയ. തിരുവചനത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായത്തിൽ യേശു പറയാണ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമായി. നമ്മൾ സാധാരണ എപ്പോഴും കേൾക്കുന്ന ഒരു ശബ്ദമാണ്. എന്നാൽ രണ്ടാമത് യേശു പറയാണ്, യോഹന്നാൻ 20:21 മത്തായി 5:14 പറയാണ്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്തോരം കമ്പയർ ചെയ്ത യേശു പറയുന്നത്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, നിങ്ങൾ ഓരോരുത്തരും ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അടുത്തതായി യേശു പറയുന്ന ഒരു വാക്കാണ് ലൂക്കോസ് എഴുതിയ സുവിശേഷം, യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം. ആരെങ്കിലും ഒന്ന് ശബ്ദമുയർത്തി വായിക്കാമോ? യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം. ആമേൻ. ഹല്ലേലൂയ. ഇത് കണ്ടോ? ആദ്യമേ യേശു എന്താ പറഞ്ഞ്? യേശു ലോകത്തിന്റെ വെളിച്ചമാണ്. രണ്ടാമത് യേശു പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. നമ്മൾ പ്രകാശപൂർണരാകണം. ഹല്ലേലൂയ. അടുത്തതായി യേശു പറഞ്ഞ കാര്യമാണ്, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പിതാവിന്റെ ദൗത്യം പൂർത്തീകരിച്ച പുത്രനായ ക്രിസ്തു എന്നെയും നിങ്ങളെയും ദൈവം ഒരു ദൗത്യം ഏൽപ്പിച്ചാണ് ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അതേ ദൈവമക്കളെ, ഇത് ചെയ്തെടുക്കുവാൻ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ നമുക്ക് ഉണ്ടാകും. ഹല്ലേലൂയ. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ധരണം ചെയ്ത് ജയിച്ചു മുന്നേറണം. തിരുവചനത്തിൽ എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു ഭാഗമുണ്ട്. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 42-ാമത്തെ വാക്യത്തിൽ യേശു ഗെത്സമനയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ശബ്ദമുണ്ട്. ഒന്ന് വായിക്കാമോ? ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 42-ാമത്തെ വാക്യം. ആമേൻ. ഹല്ലേലൂയ. യേശു മുമ്പേ എന്തോ പറഞ്ഞേ? പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും അയക്കുന്നു. ഇവിടെ ഗെത്സമനയിൽ യേശുവിന്റെ പ്രാർത്ഥന നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ? പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ, ആ വാക്ക് നിങ്ങളെല്ലാം ഒന്ന് ലൈനിട്ട് ചിന്തിക്കണം. നമ്മളൊക്കെ കൊച്ചിയിലെ പറയത്തില്ലേ, ആ മനസ്സുണ്ടെങ്കിൽ തന്നാ മതി, ഇല്ലേ? ഇതുപോലെ പുത്രനായ ക്രിസ്തു പിതാവിന്റെ അടുക്കൽ ചെന്ന് നിലവിളിക്കുകയാണ്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിന്നും നീങ്ങിപ്പോകണമേ. ദൈവമക്കളെ, യേശു ഗെത്സമനയിൽ പ്രാർത്ഥിക്കുമ്പോൾ അവൻ ഭാരമേറിയ വേദനയോടെ അവൻ പ്രാർത്ഥിക്കുന്ന സാഹചര്യത്തിൽ അവൻ ക്ഷീണിതനായി എന്ന് നമ്മൾ
നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നു. യേശു ക്ഷീണിതനായപ്പോൾ സ്വർഗത്തിൽ നിന്നും ദൂതൻ ഇറങ്ങി അവനെ ബലപ്പെടുത്തി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളും പ്രതിസന്ധിയുടെ മധ്യത്തിൽ ഗെത്സമന പോലെയുള്ള വിഷയങ്ങളിലൂടെ പോകുമ്പോൾ ദൂതൻ ഇറങ്ങും കേട്ടോ. എനിക്കും നിങ്ങൾക്കും വേണ്ടി നമ്മുടെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ ഗെത്സമനയിൽ യേശുവിനെ ധൈര്യപ്പെടുത്തുവാൻ ദൂതൻ ഇറങ്ങിയെങ്കിൽ എന്നെയും നിങ്ങളെയും വിഷയത്തിന്റെ മുമ്പിൽ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വിടുവിക്കും. ഹല്ലേലൂയ. ഇടയ്ക്കൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പറയത്തില്ല, ദൂതന്മാരെ കാവൽ നിൽക്കണം. ഹല്ലേലൂയ. യാത്ര പുറപ്പെടുകയാണ്, ഞങ്ങൾ സുവിശേഷവുമായി ദേശത്തേക്ക് ഇറങ്ങുകയാണ്, ദൂതന്മാരെ ഞങ്ങൾക്ക് കാവൽ നിൽക്കണം. ഇത് ഓർഡർ ഇടുക ഇന്ന് നമ്മൾ ചെയ്യുന്ന. കാരണം അതിനുള്ള അധികാരം ദൂതന്മാർ നമ്മുടെ സേവക ആത്മാക്കളായി അതിനെ വിളിച്ചു വരുത്തുവാനുള്ള ദൈവിക അധികാരമുള്ള ദൈവമക്കളാണ് നമ്മൾ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമുക്ക് പറയാം, എനിക്ക് വേണ്ടി എന്റെ പ്രശ്നത്തിന്റെ മുമ്പിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവത്തിന്റെ ദൂതൻ എനിക്ക് വേണ്ടിയുണ്ട്. ഹല്ലേലൂയ. ആ ക്രൂശിലെ യാഗം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ അറിയാം, യേശുവിന്റെ ബാഹ്യമായ ശാരീരിക പീഡനങ്ങളല്ലായിരുന്നു യേശുവിന്റെ വേദന എന്ന് പറയുന്നത്. യേശുവിന്റെ വേദന എന്ന് പറയുന്നത് എന്താണ്? മാനവകുലത്തിന്റെ മുഴുവൻ അകർത്യം അവന്റെ മേൽ ചുമത്തി അവൻ അകർത്യ യാഗമായി. ഇന്ന് പകൽ ഞാനും നിങ്ങളും ചിന്തിക്കുകയാണ്. പുത്രനായ ക്രിസ്തു പറയുന്നു, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ ലോകത്തിലേക്ക് അയക്കുന്നു. മാനവകുലത്തിന്റെ പാപത്തിന് വേണ്ടി ഈ പാപത്തിൽ നിന്ന് ഇവനെ രക്ഷയിലേക്ക് നടത്തുവാൻ തിരുവചനം പറയുന്നു, ഒരുവന്റെ ഉള്ളിൽ ക്രിസ്തു ജനിക്കുവാനും ഞാൻ അവനെ കുറിച്ച് വേദനപ്പെടുന്നു. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, ഈ പ്രകാശം നമ്മളിലേക്ക് കിട്ടിയാൽ നമ്മൾ വേഗത്തിൽ പുറത്തേക്ക് പോവുകയാണ്. ദൈവം നമ്മളെ കുറിച്ച് അതാണ് ആഗ്രഹിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം അതിന്റെ 46 മുതലുള്ള 44 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 6 മണി മുതൽ 9 മണി വരെ ദേശത്തെല്ലാം ഇരുട്ടായി. എന്തായിരിക്കും അവിടെ ഇരുട്ട് വരാൻ കാരണം? നിങ്ങൾ എന്തെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ദൈവപുത്രനായ ക്രിസ്തു കടന്നു പോകുന്ന വേദന, അതിന്റെ വലിപ്പം, അത് ലോകം കാണാതിരിക്കേണ്ടതിന് ദൈവം ലോകത്തിൽ ആ ദേശത്ത് ഇരുൾ വരുത്തുവാനിടയായി. അത്ര ഭയാനകരമായ ഒരു വലിയ ക്രൂശിലെ യാഗത്തിലൂടെയാണ് യേശു കടന്നുപോയത്. നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഇതാണ്. ഇതേ ദൈവമക്കളെ, ഞാനും നിങ്ങളും ഒരു കാര്യം ചിന്തിക്കുകയാണ്. പിതാവായ ദൈവം പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചതുപോലെ അവൻ ആ കാൽവറിയുടെ കുലമലത്തിൽ കിടന്നുകൊണ്ട് വിളിച്ചു പറയുന്ന ഒരു ശബ്ദമുണ്ട്, സകല ഭൂവാസികളുമായുള്ളവരെ എങ്കിലേക്ക് രക്ഷ പ്രാപിപ്പി. ഈ രക്ഷ പ്രാപിപ്പാനുള്ള ജനത്തെ നേടിയെടുക്കുവാൻ യുദ്ധത്തിൽ വീരന്മാരായി ഞാനും നിങ്ങളും പുറത്തു വരണം. ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളും ഒരു കാര്യം മനസ്സിലാക്കണം. കർത്താവേ, അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു. ദേശം ഇരുണ്ടുപോയി, പ്രകാശം അവിടെ ഇല്ലായിരുന്നു. അത് അന്ധകാര ദിമനമായി. ക്രൂശീകരണ സമയത്ത് ദേശം ഇരുളാനുള്ള കാരണം ക്രിസ്തുദേവൻ യേശുവിന്റെ കുഞ്ഞാട് അവൻ അഭിമുഖീകരിച്ച വേദനയുടെ വലുപ്പം അത്രയും വലുതായിരുന്നു. ഹല്ലേലൂയ. അതേ തിരുവചനത്തിലേക്ക് നമുക്ക് വരുമ്പോൾ ഇങ്ങനെ യേശു ക്രൂശ് മരണത്തിൽ യാഗമായി യേശു പറയാണ്, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുക. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി ത്യാഗം സഹിക്കുവാൻ. ഹല്ലേലൂയ. പോർക്കളത്തിൽ നാം പൊരുതുക ധീരരായി എന്ന് നമ്മൾ പാടാറുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ഏത് നിലവാരത്തിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടും. ഇന്ന് പകൽക്കാലം ആരംഭത്തിൽ ഞാൻ ഓർമ്മിച്ചതല്ലേ, എഴുന്നേൽക്ക. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശബ്ദം ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ ആഹ്വാനം ചെയ്യാണ്, എഴുന്നേൽക്ക. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതേ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, പകൽ
പുസ്തകം 1-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് നോടി വരാം. അതെ, ഞാൻ വേഗത്തിൽ ദൈവവചനവുമായി ദൈവം എനിക്ക് എന്ന സമയത്തിനുള്ളിൽ ഞാൻ നിർത്തിക്കോളാം. ഒന്ന് വായിക്കാമോ? ഉൽപ്പത്തി പുസ്തകം 1-ന്റെ നിങ്ങൾ സന്താനവിച്ചുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞു അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വതാദിന്മേലും സകല ഭൂതര ജന്തുവിന്മേലും വാഴുവീൻ എന്നവരോട് കൽപ്പിച്ചു. ആമേൻ. ഹല്ലേലൂയ. അതെ, നമുക്കറിയാം ആദം ഹവ്വമാർ ശരീരം മുഴുവൻ തേജസ്കരിക്കപ്പെട്ട ശരീരവുമായി ഏദനിലായിരിക്കുമ്പോൾ യഹോവയായ ദൈവം അവർക്ക് കൊടുത്ത അധികാരമായത് അല്ലേ? അവരോട് എന്താ പറയുന്നത്? നിങ്ങൾ സന്താന സമൃദ്ധിയുള്ളവരായി പെരുകി. രണ്ടാമത് പറയാണ്, നിങ്ങൾ വെള്ളത്തിലുള്ള ജീവികളെയും ആകാശത്തിൽ പറക്കുന്ന ജീവികളെയും അതേ ഇഴഞ്ഞു നടക്കുന്ന ജീവികളെയും അടക്കി വാഴുവീൻ. അവിടെ ഒന്നും മനുഷ്യരില്ല, സകലത്തെയും അടക്കി വാഴുവാൻ പ്രകാശപൂർണമായ ആ ദൈവം സൃഷ്ടിച്ച ആദം ഹവ്വമാർക്ക് ദൈവം അധികാരം കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ, തിരുവചനം നമ്മളോട് പറയാണ്, ഞാനും നിങ്ങളും ലോകത്തിന്റെ വെളിച്ചമാണ്. ഹല്ലേലൂയ. നമ്മളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലേ, നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിക്കുമ്പോൾ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. സകല പ്രതികൂലം നോക്കിയിട്ട് നമ്മൾ ഇങ്ങനെ വിളിച്ചു പറയും, അല്ലയോ പ്രതികൂലമേ, നിനക്കെന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഞാൻ സേവിക്കുന്ന എന്റെ ദൈവം നിന്നെക്കാൾ വലിയവനാ. അപ്പോസ്തലൻ പറയുന്നത് പോലെ ഞാനും നിങ്ങളും വിളിച്ചു പറയാണ്, ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. യെസ്, ഉൽപ്പത്തി പുസ്തകം തന്നെ 3-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ ഓടിച്ചു പറഞ്ഞു വിടാം. പാമ്പ് സ്ത്രീയുമായുള്ള ഒരു സംഭാഷണം ഉണ്ട് അവിടെ അല്ലേ? നിങ്ങൾക്കെല്ലാം വചനം അറിയാവുന്നതുകൊണ്ട് ഞാൻ ഓടിച്ചു പോവാ. ഇവർ തമ്മിൽ വർത്തമാനം പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം തന്ന അധികാരത്തിൽ പാമ്പിനോട് സ്ത്രീ എന്തായിരുന്നു പറയണ്ടേ? ഹല്ലേലൂയ. അല്ലയോ പാമ്പേ, നിനക്കൊരു കാര്യം അറിയാമോ? ഞാൻ പറയുന്നത് കേട്ട് എന്റെ കാൽ കീഴെയാകാനാണ് ദൈവം എന്റെ മേൽ പകർന്നിരിക്കുന്ന അധികാരം. Praise the Lord. Hallelujah. ഹവ്വ അങ്ങനെയാണ് പറയേണ്ടത്. ഞാൻ പറയുന്നത് കേട്ട് എന്റെ കാൽ കീഴെയാകാൻ പിശാചേ, നിന്നെ ദൈവം എന്റെ കാൽ കീഴെയാക്കിയിരിക്കുക. നിന്റെ മേൽ വാഴുവാൻ. സഹോദരിമാരെ, നമ്മൾ എഴുന്നേറ്റ് മതിയാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ എന്റെ ജീവിത അനുഭവത്തിൽ നിന്ന്
ജീൻ ശക്തിയായി കൊണ്ട് ഇറങ്ങി വന്നേ. അതിനോട് വന്ന് കീഴടങ്ങട പിശാചേ. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, മണിക്കൂറുകൾ കഴിഞ്ഞാൽ കുഞ്ഞ് ഫ്രീ ആയി. ഞാൻ നിങ്ങളോട് വളരെ സന്തോഷത്തോടെ പറയട്ടെ, അന്നവൻ ദൈവിക വെളിപ്പാടിലേക്ക് പോയി, പ്രവചനാത്മാവിനാൽ നിറയപ്പെട്ടു, ക്രിസ്തുവിന്റെ ധീര പടയാളിയായി ദോഹയിൽ മുസ്ലിങ്ങളെ സ്നാനപ്പെടുത്തുന്നവനായി ശക്തനായ ഒരു അഭിഷക്തനായി. ഇന്ന് ഞാൻ എന്റെ ഫോണിൽ ഒരു മെസ്സേജ് കണ്ടു, പോണ്ടിച്ചേരിയിൽ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ, ഹല്ലേലൂയ. വെല്ലുവിളികളുണ്ട്, പ്രതിസന്ധികളുണ്ട്, ജയിലിൽ പാർക്കേണ്ടി വന്നു. എന്നാൽ ഇതിനൊന്നിനും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ പുറകോട്ട് കൊണ്ടുപോകാൻ കഴിയുകയില്ല. കാൽവറിയുടെ കുലമരത്തിൽ ഏകമായിട്ട് പറയാണ്, പിതാവിനെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും അയക്കും. ഹല്ലേലൂയ. ഞാൻ വളരെ വേഗം ഓടിപ്പോകട്ടെ. പാമ്പ് സ്ത്രീയോട് പറയുന്നത്, അതേ സ്ത്രീ അവളുടെ അധികാരം അവിടെ ഉപയോഗിച്ചു. ഹല്ലേലൂയ. അതേ കൊരിന്ത്യർ ലേഖനത്തിൽ 2 Corinthians 10:4 പറയാണ്, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ അത് ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ള. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മൾ വിശ്വാസത്തോടെ വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വിവാഹിതയാകുന്നതിന് മുമ്പേ ദൈവം എനിക്ക് തരുന്ന തലമുറകൾ സുവിശേഷകരാകാൻ പ്രാർത്ഥിച്ച വ്യക്തിത്വമാണ്. 4 ശക്തമായി ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നു. അടുത്ത ജനറേഷനെ ദൈവം വിട്ടില്ല. കൊച്ചുമക്കൾ അഭിഷേകം പ്രാപിക്കാൻ തുടങ്ങി. 5 വയസ്സുകാരും 10 വയസ്സുകാരും വർഷിപ്പ് ലീഡ് ചെയ്യാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളും വിളിച്ചു പറയണം. നമുക്ക് ഒരുമിച്ച് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 65-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് വരാം. ഇത് പറയുന്നത് ശരിയാണോ എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. 65-ന്റെ 16-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? കഷ്ടങ്ങൾ മറന്നുപോകുകയും അവ എന്റെ കണ്ണിന് മറഞ്ഞിരിക്കുകയും ചെയ്യുകൊണ്ട് ഭൂമിയിൽ തന്നെത്താൻ അനുഗ്രഹിക്കുന്നവൻ സത്യദൈവത്താൽ തന്നെത്താൻ അനുഗ്രഹിക്കും. ആമേൻ. മതി മോളെ. സത്യദൈവത്താൽ തന്നെത്താൻ അനുഗ്രഹിക്കും. ഇന്ന് പകൽക്കാലം സഹോദരിമാരെ, നിങ്ങൾ ആരിതൊന്ന് ഏറ്റെടുക്കും. ഹല്ലേലൂയ. ദൈവം എന്റെ മേൽ പകർന്ന ഒരു അഭിഷേകമുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. യേശു വിളിച്ചു പറയുന്നു, അതെ, ഞാനും നിങ്ങളും ശക്തരായി എഴുന്നേറ്റേ മതിയാകൂ. ഹല്ലേലൂയ. ഞാനും നിങ്ങളും ആരാണ്? ലോകത്തിന്റെ വെളിച്ചമാണ്. ഹല്ലേലൂയ. അതെ, ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് ഓടി വരാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 47-ഉം 48-ഉം വാക്യങ്ങളിലൂടെ നമുക്കൊന്ന് വരാം. ഹല്ലേലൂയ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 47-48 വാക്യം. എന്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അവൻ തന്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ആമേൻ. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മൾ ഇനി ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഹല്ലേലൂയ. ഏദനിൽ ഒരു സ്ത്രീയിലൂടെ ലോക ജനത മുഴുവൻ തകർക്കപ്പെട്ടു. ഹല്ലേലൂയ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഒരു സ്ത്രീ വിളിച്ചു പറയാണ്, ഇന്നു മുതൽ എല്ലാ തലമുറയും എന്നെ ഭാഗ്യവതി എന്ന് ഉയർത്തും. ഹല്ലേലൂയ. ഇതാണ് നമ്മളുടെ മേൽ ദൈവം തന്ന അധികാരം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നാം ഒരുമിച്ച് ഏറ്റെടുക്കാൻ പോവുക. സഹോദരിമാരെ, നാം ഒരുമിച്ച് ഏറ്റെടുക്കാൻ പോവുകയാണ്. ഞാനും നിങ്ങൾ അടിമത്തത്തിലല്ല, അടിമത്തത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു മോശ ചെങ്കടലിലോട്ട് വഴി നീട്ടുമ്പോൾ അവർക്ക് അവിടെ വഴി വെട്ടി. ഞാൻ പറയുന്നു, സമുദ്രത്തിൽ റോഡ് വെട്ടുന്നവൻ. യെസ്, ഹല്ലേലൂയ. പ്രശ്നം കൂടുമ്പോ, വെല്ലുവിളികൾ വരുമ്പോ പിശാചിനോട് ഞാൻ പറയും, നിനക്കറിയാമോ ഞാൻ സേവിക്കുന്ന ദൈവം ആരാണെന്നോ? അവൻ വഴിവെട്ടുന്ന സമുദ്രത്തിൽ എനിക്ക് റോഡ് വെട്ടുകയാണ്. അസാധ്യങ്ങളെ സാധ്യമാകുന്നവൻ. ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ചൊന്ന് പറയാം. ഹല്ലേലൂയ. ഞാനും നിങ്ങളും വിളിച്ചു പറയാണ്, ഞാനിനി അടിമനുഖത്തിലല്ല. ഹല്ലേലൂയ. അതെ, അടിമനുഖത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ജനത്തോട് വചനം പറയാണ്, ഞാനും നിങ്ങളും ഒരു മഹാസൈന്യമാണ്. നമ്മുടെ നായകനാരാണ്? സൈന്യ
വിളിച്ചു പറ, ഞാൻ ഈ തലമുറയിലല്ല വരാനുള്ള തലമുറയിലും അനുഗ്രഹിക്കപ്പെട്ടവളാണ്. Yes, yes, hallelujah. യേശുവിന്റെ നാമത്തിൽ ശാരീരിക രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഇപ്പോൾ ഒന്ന് കൽപ്പിച്ച് ശരീരത്തിന്റെ രോഗം സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ ജനം സൗഖ്യത്തോടെ എഴുന്നേൽക്കട്ടെ. ഞങ്ങൾ പറയുന്ന വാക്ക്, ദൈവം എന്നെ ഈ പട്ടണത്തിലോട്ട് അയച്ചു, പിശാച് മിണ്ടിപ്പോകരുത്. ഹല്ലേലൂയ. പട്ടണത്തിൽ വ്യാപരിക്കുന്ന അശുദ്ധാത്മ ശക്തിയോട് പറയാണ്, കീഴടങ്ങ്. ഹല്ലേലൂയ. അശുദ്ധാത്മാക്കൾ വിട്ടുപോകുന്നു, രോഗികൾ സൗഖ്യമാകുന്നു, ജനത്തിന് പാപബോധമുണ്ടാകുന്നു, പട്ടണങ്ങളെ പിടിച്ചടക്കുന്നു. അഭിഷേകവുമായി ഇന്ന് മുതൽ സഹോദരിമാരിൽ എഴുന്നേൽക്കുകയാണ്. നീ ഇരിക്കാനുള്ള ആളല്ല, നീ കിടക്കാനുള്ള ആളല്ല, വചനം ആഹ്വാനം ചെയ്യാൻ എഴുന്നേൽക്കുക. ദൈവമക്കളെ, ഞാൻ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഈ ഹ്യൂസ്റ്റണിൽ നടക്കുന്ന റിവ്യൂ ഹ്യൂസ്റ്റൺ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിലേക്ക് പോയി. രാവിലെ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ പറയാം, യഥാർത്ഥത്തിൽ എന്റെ പ്രൊഫഷണൽ ജോലിക്ക് ഞാൻ പോവുക. ഹല്ലേലൂയ. വീടുകൾ തോറും വീട്ടാതെ സുവിശേഷം അറിയിക്കുവാൻ നിങ്ങൾക്കൊരു നല്ല അവസരം ദൈവം വെച്ചിട്ടുണ്ട്. ഏപ്രിൽ 20 ആരംഭിച്ചു, ജൂൺ 8 വരെ അത് നടക്കുക. ഹല്ലേലൂയ. അത് എത്രയോ ടീമായി സജ്ജരായ സുവിശേഷകരായി ഈ ഹ്യൂസ്റ്റൺ പട്ടണത്തിൽ ഇത്രയും ഉത്സാഹമുള്ളവരുണ്ടോ എന്ന് എനിക്ക് അവിടെ ചെന്നപ്പോൾ മനസ്സിലായി. നിങ്ങൾ എല്ലാവരും പോയി പങ്കുചേരണം. ഹല്ലേലൂയ. വേണ്ട എല്ലാവിധമായ സൗകര്യങ്ങളും അവരോട് ഒരുക്കി തന്നിട്ടുണ്ട്. സിസ്റ്റർ ജാൻസി ശാമൻ ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ അദ്ദേഹവുമായി കുറച്ചുകൂടെ ഇടപെടാം. ഇന്ന് പകൽ നമ്മൾ ഒരുമിച്ച് പറയാണ്, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും അയക്കുന്നു. ഹല്ലേലൂയ. യേശു ക്രൂശിൽ യാഗമായി പാപങ്ങൾക്ക് വേണ്ടി അവൻ വേദന അനുഭവിച്ചതുപോലെ ചിലത് സഹിക്കുവാൻ, ചിലത് വഹിക്കുവാൻ, ചിലതിനെ പിടിച്ചടക്കുവാൻ ദൈവിക അധികാരവുമായി ദൈവമക്കളാണ് നമുക്ക് ഒരുമിച്ച് പുറപ്പെടാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇങ്ങനെ ഒരു അവസരം തന്ന ഇതിന്റെ ഭാരവാഹികളോടും സഭാംഗങ്ങളോടുമുള്ള നന്ദിയെ പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ വിരമിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. ആമേൻ. അനുഗ്രഹീതമായ ദൈവം നമുക്ക് അല്പസമയം ദൈവത്തെ ഒന്ന് ആരാധിക്കാം. നമ്മുടെ ദൈവവചനം ഓൾറെഡി കേൾപ്പിച്ച് നമ്മുടെ മേൽ അഭിഷേകം തന്നിട്ടുണ്ട്. അഭിഷേകം നമുക്കൊന്ന് ജ്വലിപ്പിക്കാം. കാരണം ദൈവം നമുക്കൊരു ദൗത്യം തന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ വെറുതെ ഇവിടെ വന്നിരുന്നു കൂടി പാടി ശരി നല്ലതാണ്, അത് നമ്മൾ റീചാർജ് ചെയ്യുവാണ്.
എന്നാൽ നമുക്ക് അല്പസമയം ദൈവം ഒന്ന് ആരാധിക്കാൻ, ആത്മാവിലൊന്ന് ആരാധിക്കാം, ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ശിവാന ബൗഡ ഹസ്തനാഥ രചന ദാര ബൗഡ ഹസ്തനാ വീര വരണ ഒത്തിരി ആൾക്കാരെ ഒന്നും വേണം. ദൈവത്തിന് ഒരു വ്യക്തി 100% കർത്താവിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആണെങ്കിൽ ദൈവം ആ വ്യക്തിയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കേട്ട വചനങ്ങൾ നമുക്ക് ദൈവകരങ്ങൾ സമർപ്പിക്കാൻ നമ്മൾ അടുത്തതായിട്ട് താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ ക്ഷണ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തോട് ആരാധിക്കുവാനും അനുഗ്രഹിക്കപ്പെട്ട വചനം കേൾക്കുവാനും എല്ലാം കർത്താവ് ഒരുക്കി തന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാമായിരുന്നു, എങ്കിലും അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ 2 വാക്യം പ്രസംഗിക്കാൻ പോകല്ല, നിങ്ങളെല്ലാം നല്ല പ്രസംഗം കേട്ടിരിക്കുകയാണെന്നറിയാം. പക്ഷേ ദൈവത്തിന് വായിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനത്തെ പറ്റി ഞാൻ ഇങ്ങനെ ഒന്ന് ചിന്തിക്കുകയായിരുന്നു സിസ്റ്റർ ജാൻസിയുടെ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നപ്പോൾ. മത്തായി സുവിശേഷം 28-ാം അധ്യായം അതിന്റെ 19-20 വാക്യം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നന്നായിട്ട് അറിയാവുന്ന വാക്യമാണ്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരായിക്കൊള്ളുകയും. 20-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ഞാനിങ്ങനെ ഈ വാക്യം വായിച്ചപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, കർത്താവ് നമുക്ക് വലിയൊരു ആഹ്വാനമാണ് തന്നത് അല്ലേ? നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ടു, സ്നാനം ഏറ്റു, ദൈവസഭയുടെ അംഗങ്ങളായി. നമുക്ക് ദൈവം വലിയൊരു എന്താണ് കമ്മീഷൻ ആണ് തന്നത്. ലോകത്തിലെ എല്ലായിടത്തും പോയി സുവിശേഷം പറയുക. എന്നിട്ട് ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്, നിങ്ങൾ ഒന്നും കൊണ്ടും ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. വേറൊരു വാക്യം ഞാൻ വായിക്കാൻ ആഗ്രഹിച്ചത് സദൃശവാക്യങ്ങൾ 3-ാം അധ്യായം 9-ാം വാക്യം, നിങ്ങളുടെ ധനം കൊണ്ടും എല്ലാ വിളവിന്റെ ആദിഫലം കൊണ്ടും കർത്താവിനെ മാനിക്കുക. ഒരു ട്രഷറിന്റെ പറയേണ്ട വാക്യാണല്ലേ. പക്ഷെ ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും ഇവിടെ കൂടി വന്നിട്ട് പലരും ചിലർ അമേരിക്കയിൽ വന്നിട്ട് ഈ ഒരു അനുഗ്രഹിക്കപ്പെട്ട രാജ്യത്ത് വന്നിട്ട് 1 വർഷമായവരുണ്ടായിരിക്കാം, 10 വർഷമായവരുണ്ടായിരിക്കാം, 20, 40. കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് HWPFന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഒരു അമ്മാമ്മയെ വിസിറ്റ് ചെയ്യാൻ ദൈവം ഞങ്ങൾക്ക് ഒരു അവസരം ഒരുക്കി തന്നു. 40 കൂടുതൽ വർഷങ്ങളായിട്ട് അമേരിക്കയിൽ ആയിരിക്കുന്ന ഒരു അമ്മാമ്മ. നമ്മുടെ സാക്ഷ്യം ഞങ്ങൾ ചെലവഴിച്ച സമയമെല്ലാം ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരുന്നു. ഞങ്ങളെ പോലെ, ഞാൻ വളരെ ചെറുപ്പമാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ചെറുപ്പക്കാരായ ഞങ്ങൾക്ക് ഒരു പ്രചോദനമായിരുന്നു അമ്മമ്മയുടെ കൂടെ സ്പെൻഡ് ചെയ്ത ആ കുറച്ച് സമയം. അതുപോലെ ഈ വർഷം ഞങ്ങളിങ്ങനെ HWPFന്റെ പ്രവർത്തനങ്ങളെ പറ്റി ചിന്തിച്ചപ്പോഴൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലും അതുപോലെ തന്നെ
ദൈവം നമ്മളോട് പറഞ്ഞതുപോലെ ഈ ഹ്യൂസ്റ്റണിന്റെ പല ഭാഗങ്ങളിൽ ദൈവം നമ്മളെ കൊണ്ട് ആവുന്ന പോലെ പോയി പ്രവർത്തിക്കുവാൻ ഞങ്ങൾ വളരെയധികം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പക്ഷെ എന്തോ നമ്മൾ പ്രവർത്തിക്കാൻ ഇറങ്ങിയാലും നമുക്ക് അതിനുള്ള പണം വേണം. അതാണ് ഞാനിപ്പോൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. നിങ്ങളെല്ലാവരും ഞങ്ങൾ സ്വപ്രാഴ്ച എടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് തുറന്ന് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുക. ദൈവം പറഞ്ഞ പോലെ നമ്മുടെ ധനം കൊണ്ട് നമുക്ക് ദൈവത്തെ മാനിക്കുവാനുള്ളൊരു സമയമാണിത്. ഞാൻ മത്തായി സുവിശേഷം 28-20 ഞാൻ പിന്നെയും പറയുകയാണ്, ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെ കൂടെയും കർത്താവുണ്ട്. ഞാൻ ലോകാവസാനത്തോളം ഉണ്ടെന്ന് പറഞ്ഞ കർത്താവാണ് നമ്മുടെ കൂടെ ഉള്ളത്. ആ ബലത്തോടെ നമുക്ക് പോകാം. ഞങ്ങൾ സ്വത്രാഴ്ച എടുക്കുമ്പോൾ നിങ്ങൾ ഞങ്ങളെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാവരും അനുഗ്രഹിക്കുന്നു. Hallelujah, hallelujah. If we could all just rise up to our feet, we're just going to sing 1 or 2 choruses, very familiar choruses, and we're just going to worship God today. Hallelujah. Thank you, Jesus. What a beautiful name it is. What a beautiful name it is. The name of Jesus Christ, my King. What a beautiful name it is. Nothing compares to this. What a beautiful name it is. The name of Jesus. What a beautiful name it is. What a beautiful name it is. The name of Jesus Christ, my King. What a beautiful name it is. Oh, nothing compares to this. What a beautiful name it is. The name of Jesus. Death could not hold you. The veil tore before you. And silenced the most of sin and grace. The heavens are roaring the praise of your glory. For you are raised to life again. You have no rival. You have no equal. Now and forever, God, you reign. And yours is the kingdom. Yours is the glory. Yours is the name above all names. And Lord, I need you. Oh, I need you. Every hour I need you. My one defense, my righteousness. Oh Lord, how I need you. Shout over time, Lord, I need you. Lord, I need you. Oh, I need you. Every hour I need you. My one defense, my righteousness. Oh God, how I need you. Lord, my one defense, my righteousness. Oh God, how I need you. Hallelujah, Jesus. അടുത്തായിട്ട് നമ്മുടെ ഇന്റർസെസറി പ്രയറിന് വേണ്ടി സിസ്റ്റർ ലിജിയെ വിളിക്കണേ. ലിജി
Praise the Lord. Greetings to you all in the matchless name of our Lord and Savior Jesus Christ. Liji, I want to thank the leadership for giving me this opportunity to lead this intercessory prayer session. As we are in the presence of God, let us continue to sit with a prayerful attitude. Before I share the prayer concerns this evening, I want to remind us all about the prayer of Esther, something that I've been thinking about, pondering upon these weeks, the prayer of Esther. In the book of Esther, chapter 4, we see that Esther going to the presence of God, seeking for God's help and God's guidance and His divine intervention for herself and for her people when everything was going against them and they were in great trouble. So also, as we are here praying in this evening session, let us also pray completely submitting ourselves into the hands of God, asking for forgiveness from God for all our sins, all our shortcomings that is in our life. And also let us declare His goodness here. Let us magnify His name. That's what we are here for. And also let us ask for His divine intervention to be in our midst, in our cities, in our churches, and in our younger generations. So I'm going to share some prayer concerns, and after I share the prayer concern, I ask Sister Celine if she's here to lead us in the time of prayer. So first we are going to pray for the HWPF leadership, for God's guidance and for God's wisdom to be upon them, so that they can lead us, so they can be used for the kingdom of God. And also let us pray for the HPF meeting that is happening at 6:30 today. Let that be a deliverance for each one of us. Also, we are going to pray for all the churches and the pastors and their families in this city. So I request Sister Celine to lead us in these prayer concerns. ഏറ്റവും അധികമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ കടന്നു വരുവാൻ തക്കോണം കാലകാലങ്ങൾ ഞങ്ങളെ വിളിച്ച് വേർതിരിച്ച സ്തോത്രം ചെയ്യുന്നു. ഇതുപോലെ ഇരുട്ടിന്റെ അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ കർത്താവെ വിളിച്ച് അവിടുത്തെ പുത്രനായ യേശുവിന്റെ രാജ്യത്തിലേക്ക ഈ ആഴ്മേലെ സ്നേഹത്തിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. മീറ്റിംഗിന് ആരംഭിച്ച സമയം മുതൽ സമയം വരെ സാന്നിധ്യം ഞങ്ങളോട് ഇരുന്നുകൊണ്ട് നമ്മൾ തിരുമേനിയെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. പറഞ്ഞു തരാത്ത നന്മ ജീവിക്കുന്നതുകൊണ്ട് ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. കർത്താവ് യേശുവിൻ്റെ ലേഡീസ് പ്രവർത്തനങ്ങളെല്ലാം കർത്താവിന് പഠിത്തങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് സ്തോത്രം, ഞങ്ങൾ രക്ഷിക്കപ്പെട്ടത് കർത്താവ് സ്തോത്രം മറ്റുള്ളവർക്ക് പ്രയോജനമുള്ള സൽപ്രവൃത്തികളായിട്ട് ഞങ്ങളെ സൃഷ്ടിച്ചിരിക്കാതെ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നാവിനാലും വാക്കിനാലുമല്ല പ്രവൃത്തിയിൽ കർത്താവെ ഞങ്ങളെ സഹിപ്പാൻ കർത്താവെ ഈ കൂട്ടായ്മയെ നീ സഹായിക്കണം. ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നത് കർത്താവെ ഞങ്ങൾ ചെയ്യുന്നതൊക്കെ മനസ്സോടെ കർത്താവിന് വേണ്ടി ചെയ്യുന്ന പോലെ ചെയ്യുവാൻ നമ്മൾ ഓരോരുത്തരും പ്രാപ്തരാക്കണമേ. കർത്താവെ സ്തോത്രം, ഈ കർത്താവ് ഞങ്ങൾ വിവിധ ചർച്ചകളിൽ നിന്ന് കടന്നു വന്നവരാണെങ്കിൽ കർത്താവെ സ്തോത്രം ഞങ്ങൾ പരസ്പര സ്നേഹം വരും. കർത്താവെ സ്തോത്രം നമുക്ക് പാടുകൾ വെച്ച് മുട്ടുന്നതിനാക്കി ഞങ്ങളെ തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സ്നേഹം കണ്ടാണ് കർത്താവ് എൻ്റെ ശിഷ്യന്മാരെന്ന് മറ്റുള്ളവർ അറിയുന്ന സർവ്വവ്യത്യാസം സ്നേഹിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ സ്തോത്രം വലിയ സ്നേഹത്തിൻ്റെ അന്മാരായി സഹായിക്കണം. ഞങ്ങളോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം വലിയ ക്ഷമിക്കുന്ന കർത്താവ് സഹിക്കുന്ന ദോഷം കണക്കിടാത്ത സ്നേഹമുണ്ട്. നിങ്ങൾ എല്ലാവരെയും നിറയ്ക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. വൈകുന്നേരത്തെ മീറ്റിങ്ങിന് എൻ്റെ കടമ ഏൽപ്പിക്കുന്നു. ഏറ്റവും അനുഗ്രഹമായ രീതിയിൽ വീട്ടിലെ അന്നാവിൻ്റെ വലിയ വ്യാപാര ശക്തി അനുഭവിച്ച് നമുക്കൊക്കെ ജീവിതത്തിൽ പുതുക്കം പ്രാപിപ്പാൻ കർത്താവിനെ സഹായിക്കുമെന്നറിയണം. ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ക്രിസ്ത്യത്തിൻ്റെ കർത്താവ് ലീഡർഷിപ്പിൽ വൈകുന്ന എല്ലാ സഹായങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഈ സഹായിക്കാതെ ഞങ്ങൾ എന്നത്തിനോട് സംസാരിച്ചുകൊണ്ടും ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയാണ്. എന്നേക്ക് കർത്താവിനെ പ്രകാശിപ്പാൻ ദിവസങ്ങളിൽ സഹായിക്കണമെന്ന് ലോക അവസാനത്തോളം ഞങ്ങൾ കൂടെ ഇരിക്കാനുള്ള വാക്തത്തിനായി സ്തോത്രം. എൻ്റെ വചനം തേനിനേക്കാൾ ചുണ്ടത്തേക്കാൾ നിങ്ങൾക്ക് മധുരമാക്കി തീർക്കണമെന്ന് കർത്താവേ, എൻ്റെ വചനം പ്രമാണിച്ചാൽ നിങ്ങൾക്ക് വലിയ പ്രതിഫലമുണ്ടെന്ന് നിങ്ങളോട് സംസാരിച്ചുകൊണ്ട് സ്തോത്രം. വിവേകമായ വാക്കുകൾ ഹൃദയത്തിലെ ധ്യാനങ്ങളെല്ലാം യേശുക്രിസ്തുവിനെ കൂട്ടിക്കൊണ്ടുവന്ന എല്ലാവർക്കായി സ്തോത്രം. എല്ലാവർക്കും വിധങ്ങളായ ആവശ്യങ്ങളുണ്ട്. എല്ലാം അറിയുന്ന ദൈവം ഞങ്ങൾക്ക് അധികാരത്തിൻ്റെ ശുശ്രൂഷ വന്നിരിക്കുന്നതുകൊണ്ട് കർത്താവ് ചൈതന്യ ജയം പ്രാപിച്ച് പ്രവർത്തിപ്പാനും ഞങ്ങൾ ഓരോരുത്തരും പ്രാപ്തരാക്കണം. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ കൂട്ടിക്കൊണ്ടുവന്ന എല്ലാവരും അനുഗ്രഹിച്ചാട്ടെ. മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമാക്കി തീർത്താട്ടെ. സകലരും കർത്താവിൻ്റെ കണ്ണിലേക്ക് ഏൽപ്പിക്കുകയാണ്. കർത്താവിൻ്റെ വനത്തിൽ എഴുതുമ്പോൾ സ്നേഹം ദീർഘമേൽ വർദ്ധിച്ചു വന്നിട്ട്
കർത്താവിൻ്റെ സകല ജ്ഞാനത്തിലും പരിജ്ഞാനത്തിലും വളർന്നു വരുവാൻ കർത്താവിൻ്റെ നാളിലേക്ക് ഞങ്ങൾ നിർമ്മലരായി ഇടർച്ചയില്ലാത്തവരായി നീതിബലം നിറഞ്ഞവരായി നിൽപ്പാൻ കർത്താവിനെ പറയണമേ. ഞങ്ങൾ സമർപ്പിച്ചു തരുന്നു. ഇതിലൊക്കെ ക്ഷമിച്ചാട്ടെ. സംഘടനയോട് സ്തോത്രം ഞങ്ങളൊക്കെ ജീവിതത്തിൽ നാമത്തിൽ തന്നെ. And after I share the few other prayer concerns, I'm going to pray. For now, we're going to pray for the young generation in our churches and in our cities. And also we're going to pray for the evangelism activities that are going around in our city. And going to pray for the sick ones and for the offering that we are collected. So as I pray, I request all of you to please kind of pray with me. Heavenly Father, our Father, gracious, Lord, loving Heavenly Father, our Father, we praise you. We thank you for this blessed evening that you have given us to be in your presence, O Father. As we are in your presence, O Father, our Father, pray for your guidance in this place, O Father. But thank you for speaking to us, O Father. Thank you for placing your servant mightily in our midst, O Father. Above, we come near to your presence, O Father, with our young generation in this city, O Father, in our churches, O Father. I pray that you use them mightily in these days, O Father, so that they know who you are and love you for what you have done for them, O Father, to know the true meaning of Jesus Christ, O Father, to know you for truly who you are, O Father. I pray that your word will be with them, O Father, that your word will be a lamp, O Father, that will be a light to their path, O Father. I pray that you guide them, O Father. I pray that you use them in these generations to reach many their age, O Father. I pray that you help them, O Father. I pray for all the evangelism ministries that is happening in our city, O Father. I pray for all the leadership in that, O Father. I pray that you use them and bless them, O Father. Help us to reach many souls in these days, O Father, that are perishing, O Father, that does not have any hope or love in their life, O Father. Help us to reach out with your love and with your hope, O Father. Use us, O Father. Use us, sisters, O Father. Help us to go out and reach many, O Father. Let us influence many with your love, O Father. Let them see your love and your care to us, O Father. Help us and use us for that, O Father. I pray for the sick that are in our community, O Father. I pray that you are Jehovah Rapha, O Father. You are the healing God, O Father. You are with us, O Father. I pray that your healing hand will be with us, O Father. Anyone who's sitting here, O Father, that are sitting and sick in their body, O Father, I pray that your mighty presence will come down and touch them this evening time, O Father. Also, I pray for the offering that is collected, O Father. Help us to use that for your kingdom, O Father, for the expansion of your kingdom alone, O Father. Let your name alone be glorified through everything that we are doing here, O Father. Help us, each one of us sitting into thy care, O Father. Thank you, Father. Lead us and guide us, O Father. In Jesus' name we pray. Amen. Thank you so much, Lizzie sister. If any of you don't know her, she is the she is the wife of a Brinson pastor who is serving in the Calvary Indian Fellowship Church. So happy to have you here, Lizzie. They just moved from Oklahoma. അടുത്തായിട്ട് നമ്മുടെ പുതിയ ഈ വർഷത്തെ ആൾക്കാരെ പരിചയപ്പെടുത്താനായിട്ട് ഡോക്ടർ ജോളി ജോസഫിനെ പരിചയപ്പെടുത്തുന്നു. നമ്മുടെ തീം ഒരു പ്രാവശ്യം വായിക്കുന്നു. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. കോവിഡ് തേജസ്സിന്റെ പേര് ഒട്ടിച്ചിരിക്കുന്നു. നോക്കാം. Followed by What a beautiful time. Hallelujah. എത്ര പേര് സന്തോഷമായിരിക്കുന്നു. Just to relax in the presence of God. Hallelujah. ദിവസം ഇരിക്കുന്ന എത്ര സന്തോഷമാണ്, എത്ര വിടുതലാണ്, അനുഗ്രഹമാണ്. Praise God. എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം. My job is to introduce the 2025 officials, and you have already met them. നിങ്ങൾ already കണ്ടു കഴിഞ്ഞു. But let us just അവരെ ഈ പുതിയ വർഷത്തെ റെസ്പോൺസിബിലിറ്റി എടുക്കുമ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കാം. ബിക്കോസ് ദേ ഹാവ് ലോട്ട് ഓഫ് പ്ലാൻസ്. എല്ലാം ദൈവത്തിൻ്റെ പ്രാർത്ഥനയോടെ അവർ പ്ലാൻ ചെയ്യാണ്. So let us be joyful and support them 100%. നമുക്ക് ഒരുമിച്ച് ഈ ദേശത്തെ യൂണിറ്റിയിൽ കർത്താവിന് വേണ്ടി നിൽക്കുവാനിടയാകട്ടെ. So I want to introduce you also, and if you can please stand up as I'm calling their names. ഈ വർഷത്തെ 2025 HWPF പ്രസിഡന്റ് ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് സിസ്റ്റർ മെർസി ചാക്കോ. Praise God. Hallelujah. Such a joyful. She works very hard, and we have to be 100% support with her. I thank God for the vision and God has given. The vice president, I am serving as a vice president. Praise God. Then we have the secretary is Rosama Thomas. Praise God. Thank God. And then we have the treasurer. We saw treasurer. She's very efficient. And she's going to be collecting
money. She's going to be reaching out to you, so please extend your hand. I want to thank God for Betsy Abraham. Praise God. Next, we have evangelism coordinators. This year, we are really focusing a lot on reaching out. As we heard, the greatest commission that we have, we are called for a purpose. The two people that are evangelism coordinators are Loving Joseph and Sheba Joseph. Susan, we call her Susan or Sheba saying, praise God. They've already started some work already, reaching out to some families to help out. So please join as we are planning for more evangelism. And then we have prayer coordinator, that is Sister Lissy Korean. Is she here? Lissy Korean? She's not here. I think she's been busy today with the evangelism. So I think most of us know Lissy Korean, right? Praise God. So she is the prayer coordinator. We have prayer every Saturday morning. Please join that through the prayer line. Praise God, and it's going well. We have worship coordinator is Bibi Monsi. I'm sorry, Bibi Thomas. Bibi Thomas. Let's just give them a great praise God and worship the Lord and praise God for the life and the dedication, the commitment that God has entrusted in them, that they will be able to go with a fresh vision, a fresh anointing. As we heard today, praise God, we have been given the power and the authority, and let the sisters, help the sisters to lead this ministry in power and in authority. Can we all stand for a minute and just praise God for them and worship the Lord and just give them thanks. Give God the thanks. Hallelujah. Hallelujah. Thank you, Father. Thank you, Father. We bless your name, Lord. We bless the sisters, Lord. Hallelujah. They have taken this, hallelujah, leadership, oh Father. I pray for your great anointing and your presence and your guidance be with them, Lord. In the name of Jesus, we bless each one of them, their families, Lord. Hallelujah. I pray that your fresh anointing and a vision be provided to them. Hallelujah. Everything that they are going to be involved in, I pray for your presence, Lord, and your favor, Lord. Thank you, Lord. Hallelujah. Bless the ministry of HWPF, oh Lord. Thank you, Father. All the sisters, Lord, help us to work together in unity and in love, Lord. Let your name be glorified in everything. In Jesus' name we pray. Amen. Thank you. എന്നെ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം വോട്ട് ഓഫ് താങ്ക്സ് ആണ്. ദൈവത്തിന് എല്ലാ മഹത്വവും കൊടുക്കുന്നു. ഇങ്ങനെ ഒരു മീറ്റിംഗ് ക്രമീകരിച്ചപ്പോൾ മുതൽ ഇതിൻ്റെ ഒഫീഷ്യൽസ് ആത്മാർത്ഥമായിട്ട് ഈ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. എല്ലാ മഹത്വവും ദൈവത്തിന് അർപ്പിക്കുന്നു. വരവനായ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളിന്ന് വാൽക്കാലം ചെയ്യുവാൻ നടത്താൻ ഇടയാക്കി. ഇന്ന് പ്രത്യേക നമ്മുടെ മീറ്റിംഗ് ലീഡ് ചെയ്ത ചെയർമാൻ, നമ്മുടെ പ്രസിഡന്റ് സിസ്റ്റർ മേഴ്സി ചാക്കോയ്ക്ക് നന്ദി അറിയിക്കുന്നു. അതിനുശേഷം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന സിസ്റ്റർ ജാൻസി 2023 ഇതുപോലൊരു HWPFൻ്റെ ലേഡീസ് മീറ്റിങ്ങിന് പ്രിയ സഹോദരി സൗത്ത് വെസ്റ്റ് ചർച്ച ബോർഡിൽ വന്ന് മെസ്സേജ് കൊടുത്തതാണ്. അന്ന് ഞാൻ ട്രഷററായിരുന്നു. ഇന്നും പ്രിയ ദേവദാസിയുടെ മെസ്സേജ് കേൾക്കുവാൻ കർത്താവ് ഇടയാക്കി. വിശ്വാസത്തിൽ വർദ്ധിച്ച് സ്നേഹത്തിൽ വേരൂന്നാൻ ദേവദാസിൽ നമ്മളെ ആഹ്വാനം ചെയ്തു. പ്രിയ ദേവദാസിയോടുള്ള നന്ദി ഈ സമയം HWPFൻ്റെ പേരിൽ അറിയിക്കുന്നു. തുടർന്ന് നമ്മുടെ HWPFൻ്റെ എല്ലാ ഒഫീഷ്യൽസും ഇതിനോടിപ്പോൾ കണ്ടല്ലോ, എല്ലാവരോടും ഉള്ള നന്ദി അറിയിക്കുന്നു. എൻ്റെ പേരിലും HWPFൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. പിന്നെ ഈ മീറ്റിംഗ് ഇത്ര അനുഗ്രഹമാവാനായിട്ട് കാരണം നിങ്ങളെല്ലാവരും കടന്നു വന്നു സഹകരിച്ചു എന്നുള്ളതാണ്. നല്ലൊരു ക്രൗഡ് നമ്മൾക്കിവിടെ കാണുവാൻ സഹായിച്ചു. കഴിഞ്ഞ മീറ്റിങ്ങുകളിലോട്ട് നടന്നതിനേക്കാളിൽ നല്ലൊരു ആരംഭത്തിൽ നല്ലൊരു ശക്തി ഇവിടെ കാണുവാൻ സഹായിച്ചു. സർവ്വമഹത്വവും ദൈവത്തിന് അർപ്പിക്കുന്നു. കടന്നു വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഒരു പ്രാവശ്യം സർവമഹത്വം എത്രത്തോളം നമ്മെ ശക്തീകരിച്ച സർവ്വപ്രവാലുവായ ദൈവത്തിന് സർവമഹത്വം അർപ്പിക്കുന്നു.
ഇതിനെല്ലാം മുൻപിലിരുന്ന് പ്രാർത്ഥിച്ച ഒരു കൂട്ടം ദൈവജനം നമ്മുടെ മധ്യമുണ്ട്. സിസ്റ്റർ ലിസി കുര്യൻ എല്ലാ ശനിയാഴ്ചയും രാവിലെ ഈ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിച്ച് പ്രത്യേക ടൈം വേർതിരിച്ച് 7 to 8 ഉള്ള മീറ്റിംഗ് കൂടാതെ 8 to 8:30 ഈ HPF-ന്റെ HWPF-ന്റെ മീറ്റിങ്ങിന് വേണ്ടി പ്രത്യേക ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു. അതിൻ്റെ ടീം വിജയം നമ്മളെ കാണാൻ സഹായിച്ചു. കഴിഞ്ഞ രാത്രി അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് നമ്മളിവിടെ നടന്നു. തുടർന്ന് നടക്കുന്ന മീറ്റിംഗ് ഉണ്ട്. ഇതിലെല്ലാം നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തിയായിരുന്നു. അതിന് ഒരു പ്രാവശ്യം കൂടെ സർവ്വമഹത്വം വലിയവനായ ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് എൻ്റെ സൈന്യം.